നാലെണ്ണം ബാക്കി. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا من بدنياه اشتغل قد غره طول الأمل أولم يزل في غفلة حتى دنا منه الأجل الموت يأتي بغتة والقبر صندوق العمل اصبر على أهوالها لا موت إلا بالأجل. وروى الإمام الترمذي عن ابن عمرو رضي الله عنهما أن النبي صلى الله عليه وسلم قال خصلتان من كانتا فيه. രണ്ട് കാര്യം ഒരാളിലുണ്ടായി, എന്നാൽ കതബഹുല്ലാഹു ഷാക്കിറൻ സാബിർ, അവനെ പേരെന്താക്കും? ശുക്ർ ചെയ്യുന്നവനായിട്ടും സബൂർ ചെയ്യുന്നവനായിട്ടും അല്ലാഹു തആല എഴുതി. ശുക്ർ സബറിന് വലിയ അർത്ഥമായ രണ്ട് ഹാലാന്നല്ലോ. ഒമല്ലം തകൂന ഫീഹി, ഈ രണ്ട് കാര്യം ഒരാളിൽ ഇല്ലെങ്കിലോ ലം യക്തുബുല്ലാഹു ഷാക്കിറൻ സാബിറൻ സാബിറൻ, ഷാക്കിറായിട്ടും എഴുതുകയില്ല സാബിറായിട്ടും എഴുതുകയില്ല. എന്താണ് രണ്ട് കാര്യം? മൻ നദറ ഫീ ദീനിഹി, ദീനിൻ്റെ വിഷയത്തിൽ ഒരാൾ നോക്കണം. ഇലാ മൻ ഹുവ ഫൗഖഹു, ഇവനേക്കാൾ മേലെ ഗ്രേഡിലുള്ള ആളെ നോക്കണം. നമ്മളിപ്പോൾ ഒരു ദീനിൻ്റെ വിഷയത്തിൽ എന്താണ് മുമ്പേ നമുക്ക് കേട്ടുവരുന്ന സംഗതിയാണ്. ദീനിൻ്റെ വിഷയത്തിൽ മേലോട്ട് നോക്കുക. അവരെ പോലെ ആയില്ലല്ലോ, അവർ ചെയ്ത അമലിലേക്ക് ചേർന്ന് നമ്മൾ എന്തിനു മതി, അവരെ കൂടെ അല്ലേ പോണ്ടത്. ഇതാണ്. അപ്പോൾ ഫഖ്തദാബിഹി, അദ്ദേഹത്തിനോട് തുടരും. കൂടുതൽ ഇബാദത്തെടുക്കുന്നതും കൂടുതൽ അറിവുള്ളിലേക്ക് ചേർത്താൻ നമ്മൊന്നും അല്ലാന്നുണ്ടാകാൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ രുചിപ്പുണ്ടാകൂല. വമൻ നദറ ഫീ ദുന്യാഹു, ദുന്യാവിനൊരാൾ നോക്കി ഇലാ മൻ ഹുവ ദൂനഹു, ഇവനാക്കണ താഴ്ന്ന നടയിൽ ജീവിക്കുന്ന ആളിലേക്ക്. അയാൾക്ക് പരിയുമില്ല, കുടുംബവുമില്ല. മുമ്പ് നവാസ് ഉസ്താദ് കൂട്ടിയിട്ട് പോയില്ലേ, നമുക്ക് കടലിലെ തീരത്ത് നമുക്കൊന്നിങ്ങനെ സഞ്ചരിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ എന്താന്ന് അവർക്ക് പരയുണ്ടാകും. ഇതെല്ലാം കൊള്ളിങ്ങലൊക്കെ വെച്ചിട്ട് കടലിലെ തീരത്തിൽ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ആ നീലക്കടലിലെ ഷീറ്റുണ്ടല്ലോ, ആ ഷീറ്റ് ഇട്ടിട്ട് അതിനുള്ളിൽ കഴിഞ്ഞു കൊടുക്കും. കടൽ തിരമാല അടിച്ചാൽ ഇവിടെ വെള്ളം നനയും. കാറ്റും കോളും തണുപ്പും ഇതെല്ലാം അവർക്കുണ്ടല്ലോ. അതൊരു ജീവിതമാണ്. അതേ അവസരത്തിൽ വലിയ 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 മാളികയിലേക്ക് അവൻ നോക്കുന്നു. എന്നാലോ അതെനിക്ക് കിട്ടിയില്ലല്ലോ, അള്ളാഹു എനിക്ക് കുറേ കൊടുത്തല്ല, എനിക്ക് തന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകല്? ആ മേലക്കടയിൽ ജീവിക്കുന്നവനോട് അസൂയ, സ്വന്തം ടെൻഷനും. അതെ, അള്ളാഹുവിനോട് ഒരു അനീതി കാട്ടുന്നു എന്ന് തോന്നല്. ഞാനും അള്ളാഹിൻ്റെ പടപ്പല്ലേ, അവനിക്ക് ഇത്ര അധികം കൊടുത്ത്. അതാ. അപ്പൊ താഴക്കടയിലേക്ക് നോക്കിയിട്ട് ഫഹമിദല്ലാഹ അലാ മാ ഫദ്ദലഹു ബിഹി അലൈഹി, അവനേക്കാൾ എന്തെല്ലാം കാര്യങ്ങളെ കൊണ്ട് അല്ലാഹു തആല മറ്റു വിഷയത്തിൽ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ടെന്ന് കൂടെ നോക്കുക. അവനിക്ക് കൊടുത്തിട്ടില്ലാത്ത മറ്റു ശ്രേഷ്ഠതകൾ എന്തെങ്കിലും ഉണ്ടാകാമല്ലോ, ഇൽമിലോ ഇബാദത്തിലോ എന്തെങ്കിലും വിഷയത്തിൽ. അതിലേക്ക് നോക്കിയാൽ ദുനിയാവ് മാത്രം നോക്കാൻ പാടില്ലല്ലോ. എന്നാൽ കതബഹുല്ലാഹു ഷാക്കിറൻ സാബിറ, ഇതാണ് അവനെ ശുക്ർ ചെയ്യുന്നവനായിട്ടും സാബിറായിട്ടും അല്ലാഹു തആല അവൻ്റെ പേര് എഴുതുന്നു പറയുമ്പോൾ നമുക്ക് രണ്ട് നോട്ടം. ദീനിൻ്റെ വിഷയത്തിൽ എങ്ങോട്ട്? മേലയിലേക്ക്. ഹൗസലാദമിനെ നോക്കുക, അബൂ ഹനീഫത്തുൽ കോഫിനെ നോക്കുക, ഇമാം ഷാഫി തങ്ങളെ നോക്കുക, അങ്ങനെ മേലോട്ടേക്ക് നോക്കണം. അതേ അവസരത്തിൽ ദുന്യാവിൻ്റെ വിഷയത്തിലോ താഴിലേക്ക് നോക്കുക. ചെറിയ ശമ്പളം കൊണ്ട് ജീവിക്കുന്ന ആളുണ്ടാകും, തീരെ ശമ്പളം ഇല്ലാതെ കണ്ട് മറ്റുള്ളവർ കൈകാട്ടി ജീവിക്കുന്ന ആളുകളില്ല. അതിലേക്ക് നോക്കിയാൽ അല്പം മെച്ചല്ല ഇത്. പിന്നെ അവൻ്റെ കൊടുത്തിട്ടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. മറ്റവനിക്ക് കണ്ണ് കാണുന്നില്ല, ഇവനിക്ക് കണ്ണ് കാണുന്നില്ലേ? ഇബ്രാഹിമിൻ അദ്ദേഹം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നിട്ട് പരാതി പറഞ്ഞ കിസ്സ കാണാം. അല്ലാഹു തആല എനിക്കൊന്നും തന്നിട്ടില്ല, മറ്റുള്ളവർക്കെല്ലാം കൊടുത്തിന്. അങ്ങനെ ഞാൻ അള്ളാഹിനെ പറ്റി പരാതി പറഞ്ഞു.
മൂപ്പർ ചോദിച്ച് സംസാരിക്കുന്ന നാവുണ്ടല്ലോ എനിക്ക് അല്ലേ, എന്നാൽ പിന്നെ ആ നാവ് ഇങ്ങെടുത്ത് കളയാം, എന്നിട്ട് 10,000 ദിർഹം അല്ലെങ്കിൽ ദീനാറ് എനിക്കതിന് പകരം തരാം, പറ്റുമോ എന്ന് ചോദിച്ചു. അതാണ് മുത്ത്, എനിക്ക് 10,000 പറയാം. കണ്ണിന് കാഴ്ച ഉണ്ടോ? ഉണ്ട്. എന്നാൽ കണ്ണിൻ്റെ കാഴ്ചയും എടുത്തുള്ള അതിന് 10,000 തരാം, ഓരോ കണ്ണിന് 10,000. ബദലായി 30,000. അതും വേണ്ട, അതാണ് മുത്ത്. ഇങ്ങനെ ഓരോ കുമ്പുത്തകളെക്കുറിച്ച് ചോദിച്ച്, എന്നിട്ട് പറഞ്ഞു 1,00,000 ദീനാറ് നീക്ക് വില പറഞ്ഞിട്ട് കൊടുക്കാത്ത സാധനം നിന്റെ കയ്യിൽ വെച്ചിട്ടാണ് അള്ളാഹു എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നത്, അള്ളാഹുവിനെ പറ്റി പരാതി പറയുന്നത്. മേലാലിങ്ങനെ പറഞ്ഞെങ്കിൽ അവസാനം മൂപ്പരെ കൈ പിടിച്ച് തൗബ ചെയ്ത് ഞാനുള്ളത് കൊണ്ട് പൊരുത്തപ്പെടാം, ഞാൻ അള്ളാഹു തആലക്ക് ശുക്ർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിരിഞ്ഞു. ഇനി ഇതിനെ നേരെ ഓപ്പോസിറ്റ് ആക്കിയിട്ടാണ്. ഇങ്ങനെ വമൻ നദറ ഫീ ദീനിഹി ഇലാ മൻ ഹുവ ദൂനഹു, ദീനിൻ്റെ വിഷയത്തിൽ താഴ്ന്ന കടിയിലേക്ക് നോക്കി. അവനേക്കാണ് കുറച്ച് മെച്ചല്ലേ, ഞാൻ എന്താക്കുന്നത് ഒരാൾക്ക് 1 മണിക്കൂർ മുമ്പ് എണീക്കുന്നുണ്ടല്ലോ, മറ്റോ സമയം കൊടുത്ത് ഡൈവ് എണീച്ചിട്ട് എണീച്ചിട്ടില്ല, അപ്പോൾ അവനേക്കാണ് മെച്ചാരാന്ന് എനിക്കല്ലേ എന്നിങ്ങനെ എന്താക്കി താണയിലേക്ക് നോക്കി. വനദറ ഫീ ദുന്യാഹു, ഇതാണ് ഒന്നാമത്തെ കാര്യം. അവനെ ഷാക്കിറും സാബിറുമായിട്ട് എഴുതും എന്ന് പറഞ്ഞ കാര്യം കഴിഞ്ഞു. ദുന്യാവിൻ്റെ വിഷയത്തിൽ നോക്കിയതിടത്തേക്ക് ഇലാമന്നു ഫൗഖഹു, മേലോട്ടൊക്കെ നോക്കി. ഒരാൾക്ക് 10 നില കെട്ടിടമുണ്ട്, അവിടെ നല്ല സുഖസൗകര്യങ്ങളാണ്, ഇത്ര വണ്ടിയാണ്, നമ്മളിപ്പോൾ ടാക്സി കാത്തു നിന്നിട്ട് നിന്ന് പേരും കൊണ്ട് നിൽക്കണം. ഫഅസിഫ അലാ മാ ഫാതഹു, എന്നിട്ട് ദുന്യാവിൽ നിന്ന് കിട്ടാത്ത കാര്യത്തിൻ്റെ പേരിൽ ഇവൻ ദുഃഖിതനായി മാറുകയും ചെയ്തു. നോക്കിപ്പോയത് കൊണ്ട് മാത്രമല്ല, അതിവനിൽ എഫക്റ്റ് ചെയ്തു. എന്നാൽ ലം യക്തുബുല്ലാഹു ഷാക്കിറൻ വലാ സാബിറ, ഷാക്കിറായിക്കൊണ്ടോ സാബിറായിക്കൊണ്ടോ അവൻ്റെ പേര് എഴുതൂല. കാരണം ഗസാലി ഇമാമ് ഇഹ്യായിൽ ബൈത്തുണ്ടാക്കിയിട്ടുണ്ടല്ലോ, മൻ റാമ ഐശൻ റഹീബൻ യസ്തഖീലു ബിഹി, ഒരാൾ വിശാലമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടോ, ഐശൻ റഹീബ് യസ്തഖീലു ബിഹി, അതുകൊണ്ട് വളർത്തിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എങ്ങനെ? ഇഖ്ബാലൻ, അതിൻ്റെ പദ്യത്തിനപ്പുറം പറയുന്നുണ്ട് ഇഖ്ബാലൻ, മുന്നേറ്റത്തിനെ നേടിയെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. എന്തിലേക്ക്? ഈ ദീനിഹി സുമ്മ ഫീ ദുന്യാഹു, ഈ ദീനിഹി സുമ്മ ഫീ ദുന്യാഹു ഇഖ്ബാലാ. എന്നിട്ടെന്ത് പറഞ്ഞു? ഫൽയൻദുറന്ന ഇലാ മൻ ഫൗഖഹു വറആ, അതാണ് ദീനിലുള്ള മുന്നേറ്റം. അതല്ല ഒന്നാമത് പറഞ്ഞത്. ഫൽയൻദുറന്ന ഇലാ മൻ ഫൗഖഹു വറആ, വറ എന്ന് പറഞ്ഞാൽ തഖ്വൻ്റെയും കൂടുതലുള്ള അതിൻ്റെ പൂർണ്ണതക്കാണല്ലോ വറ എന്ന് പറയുന്നത്. അപ്പം വറയിലും ഇൽമിലും മാരിഫത്തിലൊക്കെ ഇവനേക്കാൾ വലിയ ഗ്രഡിലുള്ള ആളെ നോക്കുക. എന്നെന്താക്കും? ഞാൻ ബേക്കോട്ടായിപ്പോയി, ഞാനിങ്ങനെ ആയാൽ മതിയാ എന്ന് വിചാരിച്ചിട്ട് എന്താക്കും? ദീനിൽ അവന് മുന്നേറ്റം ഉണ്ടാക്കും, ഒരു ഉണർവി. പിന്നെ ദുന്യാവിലോ വൽ യൻദുറന്ന ഇലാ മൻ ദൂനഹു മാല, ദുന്യാവിൻ്റെ വിഷയത്തിൽ നോക്കേണ്ടത് സാമ്പത്തികമായി അവനേക്കാൾ പിന്നോക്കം നിൽക്കുന്ന ആളെ നോക്കുക. എന്നാൽ അവനേക്കാൾ ഏറ്റവും മെച്ചമായ ഒരവസ്ഥ ഇത്രയും തന്നല്ലോ എന്ന് ചിന്തിക്കുക. അതായത് ഹാലാണ്, ഒറ്റ നോട്ടത്തിനല്ല. ഇനി അഥവാ തെറ്റിയിട്ട് നോക്കിയാൽ അത് തിരുത്തി നോക്കണം എന്നല്ല റിയാദുസ് സാലിഹീൻ ഹദീസ് ഉണ്ടായത്. ഒരാളെ മാളികയും കൊട്ടാരവും സുഖ സൗകര്യം നോക്കിയിട്ട് എനിക്ക് ടെൻഷൻ വന്നേ, പഠിച്ച ഇങ്ങനത്തൊന്നും നമുക്ക് കിട്ടിയില്ലല്ലോ എന്നാൽ ഉടനെ എന്താക്കണം? ഒരു ഫക്കീൻ്റെ പേർക്കേക്ക് നോക്കണം. എന്തെല്ലാം ജീവിതമുണ്ട്. നാളെ കാലത്ത് കാണാൻ പോയപ്പം പറഞ്ഞു എന്താന്ന്, അയാൾക്ക് ബാതിൽ കൂട്ടാൻ പൈസയില്ല. എന്നിട്ട് പഴയ തുണിയുണ്ടല്ലോ, കർട്ടനെല്ലാം തുണി എടുത്തിട്ട് എന്താക്കി കെട്ടി നോക്കി അടി 2 കല്ല് വെച്ചിട്ട് വഹിച്ചു വെക്കും, കാറ്റ് വന്നാൽ അടിക്കാതിരിക്കും. ഇതാണ് കള്ളം കയറുന്നതിനും കാറ്റ് കയറുന്നതിനും എല്ലാത്തിനുള്ള തടസ്സങ്ങളുണ്ട്. ഒരു വണ്ടി വാതിൽ കൂട്ടാൻ പൈസ ഇല്ലേറ്റ് അവനിലേക്ക് ചേർത്താൽ എത്രയോ മെച്ചമുള്ള ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. അതാണ് 26-ാമത്തത്. അപ്പോൾ സാബിറും ഷാക്കിറുമായി എഴുതാൻ ആവശ്യമായ ഒരു നോട്ടം, സാബിറും ഷാക്കിറുമായി എഴുതപ്പെടാതെ പോകുന്നതിനുള്ള മറ്റൊരു നോട്ടം, ഇതാണ് 2 പറഞ്ഞത്. ഇനി വൽ മക്കാലത്തു സാബിയത്തു വൽ ശുറൂൻ, 27-ാമത്തത് ഒരു പദ്യം കൊണ്ട് മൂപ്പർ മതിയാക്കിയത്. എന്താണ്?
യാമൻ ബി ദുന്യാഹു ഇസ്തഗൽ എന്ന് പറഞ്ഞാൽ യാമൻ ഇസ്തഗല ബി ദുന്യാഹു, ദുന്യാവ് കൊണ്ട് തന്നെ ശൂലായി. തിന്നാനും നേരെയില്ല, കുടിക്കാനും നേരെയില്ല, ഉറങ്ങാനും നേരെയില്ല, നിസ്കരിക്കാനും നേരെയില്ല. അതേ ദുന്യാവേ. ഖദ് ഗർറഹു തൂലുൽ അമൽ, നാളെയും മറ്റന്നാളേക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് നല്ല നീണ്ട ജീവിതമുണ്ട് എന്നുള്ള ചിന്താഗതി എന്താക്കി ഇവനെ ചതിച്ചിരിക്കുകയാണ്. നാളെ നേരം വെളുത്താൽ ഞാനുണ്ടാവില്ല തീരുമാനിച്ചാൽ പിന്നെ ഈ വേഷം കണ്ടിട്ടുണ്ടാവില്ലല്ല. അപ്പോൾ തൂലുൽ അമൽ ഇല്ലെങ്കിൽ ഇവിടെ കച്ചവടമൊന്നും നടക്കൂല. ഷാർജ ഉണ്ടാവില്ല, യുഎഇ ഉണ്ടാവില്ല, ഖത്തർ ഉണ്ടാവില്ല, കുവൈത്തും ഉണ്ടാവില്ല. തൂലുൽ അമൽ വേണം. എങ്ങനെ ഞാൻ നാൾക്ക് നാളിങ്ങനെ സുഖത്തോടെ ജീവിക്കും എന്നുള്ള ആ കാര്യം ഇല്ലെങ്കിൽ എന്താവും? നാളെ മരിക്കും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനിപ്പോൾ ഇന്നത്തെ കഞ്ഞിയും വെള്ളം കുടിച്ചിട്ട് അണിച്ചൊക്കെ കാണാന്നല്ലോ പറഞ്ഞാൽ പോരെ. പിന്നെ അവലം യസൽ ഫീ ഗഫലത്തിൻ, ആ മനുഷ്യൻ ഗഫലത്തിലല്ല ഈ കാലം അത്രയും കഴിഞ്ഞുകൂടിയത്. ഇത് ദുന്യാവിൻ്റെ വേണ്ടി സമയം മുഴുവനും ചിലവാക്കി. ഹത്താ ദനാ മിൻഹുൽ അജൽ, അങ്ങനെ അവൻ്റെ ആയുഷ്കാലം അവനിലേക്ക് അടുത്തു, മരിക്കുന്ന ദിവസം അടുത്തു വന്നു. എന്നിട്ടോ ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറഞ്ഞ സമയം, എനിക്ക് കുറഞ്ഞ സമയം. അജലുൻ കരീമിന് ഗസാലിമാം അർത്ഥം കൊടുത്തത് ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹു പറയാൻ എത്ര മിനിറ്റ് എത്ര സെക്കൻഡാണ് വേണ്ടത്, അസമയം മതി. അപ്പം ഇത്ര കാലം നീണ്ട മണിക്കൂറുകൾ ദിവസങ്ങളും ആയുസ്സും കഴിഞ്ഞു പോയിട്ട് അത് ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, കിട്ടിയതിനെ വില അറിഞ്ഞിട്ടില്ല. അതാണ് ഹിക്കമി പറഞ്ഞത്, മാ ഫാതകമിൻ ഉംരിക എന്താണ് ലൈസൽഹായിബ്, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ പകരം വെക്കാൻ ഒരു സാധനം ഉണ്ടാവും, ലോകത്തുണ്ടാവില്ല. ഒമാ ഹസലക മിൻഹു, അതിൽ നിന്ന് കരസ്ഥമായ വല്ലതും ഉണ്ടോ എന്നാ പല ഖീമത്തലോ, അതിന് എന്താണ് വിലയായി തത്തുല്യമായ വിലയായി കൊടുക്കേണ്ടത്, ഉണ്ടാവില്ല. അൽ മൗതു യഅതി ബഗ്തതൻ വൽ ഖബ്റു സുൻദൂഖുൽ അമൽ, മരണം എന്നുള്ളത് നേരത്തെ വിളിച്ചറിയിച്ച് ഡേറ്റ് തന്നിട്ട് വരുന്നതല്ല, പെട്ടെന്നാ വരിക, പെട്ടെന്ന്. അപ്പം ഖബർ എന്നുള്ള എന്താണ്, നിൻ്റെ അമലൊക്കെ കൊണ്ടുപോയിട്ട് സൂക്ഷിക്കാനുള്ള പെട്ടിയാണ്. അപ്പോൾ പോകുമ്പോൾ കാലിപ്പെട്ടിയാണ്ടായിട്ട് എന്താ കാര്യം? ഇസ്ബിർ അലാ അഹ്വാലിഹാ ലാ മൗത ഇല്ലാ ബിൽ അജൽ, അപ്പോൾ ദുന്യാവിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, അതുകൊണ്ട് കുറച്ച് സബൂർ ചെയ്താൽ അവധിയെത്തുമ്പോൾ ഏതായാലും മരിക്കണ്ടക്കൂലല്ലോ. വറവത് ദൈലമിയു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, തർക്കുദ്ദുന്യാ അമറു മിനസ് സബരി, ദുന്യാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞത് വളരെ കൈപ്പേറിയ സാധനമാണ്, വളരെ അസഹ്യമാണ്. ഇതിനെ കാണാം സബിർ എന്ന് പറഞ്ഞാൽ കറ്റവാഴ നീരിനെ കാണാം, അത് കൈപ്പുള്ളൊരു സാധനത്തിനെ പറ്റി പറഞ്ഞാണ്. അല്ല സുദർശനത്തിനാക്കാണെന്ന് പറഞ്ഞാലും മതി. സുദർശനം കൈപ്പുള്ളല്ലേ. എന്താ കയ്പിൻ്റെ കാരണം? ഹിരിയാത്ത എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതാ കയ്പ്. അതിൻ്റെ കഴിക്കുന്ന പ്രിൻസിപ്പൾ വരുന്നതാണ് 80% കിരിയാത്തയാണ്. അതൊരു ചെടിയാണ്, നമ്മൾ തുളസി പോലെ ഉണ്ടാവും, ഉണങ്ങിയാൽ നല്ല കയ്പുണ്ടാവും. അത് ഉണങ്ങിയിട്ട് ഇങ്ങനെ കാറ്റടിച്ചാൽ വീട് മൊത്തം കഴിക്കും. അതേപോലെ മരുന്ന് ഷഡ്ഡരണം എന്ന് പറഞ്ഞാൽ 6 മരുന്നുണ്ട്, ആ 6 കഴിക്കുന്നതാണ്. കയ്പ് എന്ന് പറഞ്ഞാൽ അമ്മാതിരി കയ്പ്. അപ്പോൾ കറ്റവാഴ എന്നുള്ളത് ഒരു ഉപമ പറഞ്ഞത്. വശദ്ദു, അത് ഏറ്റവും കടുപ്പം കൂടിയതുമാണ് മിൻ ഹതമിസ് സുയൂഫി ഫീ സബീലില്ലാഹ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ വാളെടുത്തുകൊണ്ട് വാളും മാറ്റി ഏറ്റുമുട്ടലുണ്ടല്ലോ, അപ്പോൾ യുദ്ധത്തിനാക്കാണ് പ്രയാസമേറിയതുമാണ്. വലാ യത്റുകുഹാ അഹദുൻ, അപ്പോൾ ഈ ദുന്യാവിനെ ഒരാൾ ഉപേക്ഷിക്കുന്നു. ദുന്യാപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ലറൂറിയായ കാര്യം വേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ലറൂറത്തിനാക്കാണ് ജിയാദത്ത് ഉപേക്ഷിക്കുന്നേ ഇവിടെ സംസാര വിഷയമുള്ളൂ. ഇതിനാണ് ദുന്യാവിലൊന്നും തൊട്ടുകൂടാ, അപ്പോൾ ഓക്സിജൻ ശ്വസിച്ചുകൂടാ, പിന്നെ വെള്ളം കുടിച്ചുകൂടാ, ചായ കുടിച്ചുകൂടാ എന്ന് പറഞ്ഞതിനർത്ഥം ലറൂറത്ത്. ഇല്ല ആയത്താഹുല്ലാഹ്, അല്ലാഹു തആല അവന് കൊടുത്തിട്ടല്ലാതെ മീസലമായി ശുഹദാക്കന്മാർക്ക് കൊടുക്കുന്ന തത്തുല്യമായ പ്രതിഫലം ഇവനെ കൊടുത്തിട്ടല്ലാതെ ഉണ്ടാവില്ല. അതുകൊണ്ട് അത്തരം പ്രയാസമുള്ള കാര്യം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. വതർക്കുഹ, ഇതിനെ ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഖില്ലത്തുൽ അക്കൽ, തിന്നൽ കുറക്കൽ, തിന്നണ്ടെന്നല്ല പറഞ്ഞിരിക്കുന്നത്, തിന്നൽ കുറക്കൽ. വശിബായി, അതുപോലെ വയറ് വീർപ്പിക്കലുണ്ടല്ലോ, ഇതൊന്ന് വയറങ്ങ് നിറച്ചിട്ട് ഇനി സ്ഥലമില്ല എന്ന് പറയുന്ന ഒരവസ്ഥ, അത് ഒഴിവാക്കൽ. മിനന്നാസ്, ജനങ്ങളെ പക്കൽ നിന്നുള്ള സ്തുതികീർത്തനങ്ങൾ വെറുക്കുക. ജനങ്ങളെന്താക്കണം, എല്ലാം പുകഴ്ത്തി പറഞ്ഞു, ആ നന്നായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ എല്ലാ മെനക്കെടലും, യോഗം വിളിക്കുന്നതും ജാഥ പോകുന്നതും നോട്ടീസ് സൃഷ്ടിക്കുന്നതും പ്രദർശനങ്ങളും എല്ലാം ഇതിലുള്ള ജനങ്ങളാണ് ഇത് മാർക്കിടേണ്ടത്. ജനങ്ങൾ മാർക്കിട്ടാൽ ഇവർക്ക് നല്ല കൊശിയായി ഇട്ട മുതലാട്ട ലക്ഷങ്ങളൊന്നും പിന്നെ ഇനി വലിയ വേദന ഉണ്ടാ, അല്ലെങ്കിലോ അള്ളാൻ്റെ അകത്ത് കൂലി കിട്ടില്ലല്ലോ. അപ്പോൾ ജനങ്ങളുടെ പക്കൽ നിന്നുള്ള സ്തുതിയെ വെറുക്കണം. ജനങ്ങളുടെ പക്കൽ നിന്നുള്ള ആ സ്തുതി പറയൽ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അഹബ്ബ ദുന്യാ വ നഈമഹ, ദുന്യാവിനെയും ദുന്യാവിൻ്റെ സകല സുഖത്തിനെയും അതിലൂടെ എന്തായി അവൻ ആഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. നല്ല പെയിൻ്റെല്ലാം അടിച്ചിട്ട് സ്റ്റൈലാക്കി വെക്കുന്നതിനാണ് അമ്മ പര കാണുന്നില്ല നമ്മളെ മുമ്പിലായിട്ടും കൂടി. വൈഭവം എന്നാണെങ്കിൽ അഭിപ്രായം പറയണം. വൈഭവപ്പുറമ്പിലേക്ക് കൂടി അങ്ങനെ പറശ്ശിനി കടവിലേക്ക് പോകുന്നതാണ്. എന്നിട്ട് മങ്കീര അവൻ പറഞ്ഞത് പോയി, ഇവനിക്ക് എന്താ കിട്ടിയത്? പൈസ മുതലേ അത് പറഞ്ഞു കിട്ടിയാൽ മതി. വമൻ സറഹു നഈമു കുല്ലു നഈം, ഒരാൾക്ക് എല്ലാ നിഅമത്തുകളും കിട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടോ, നഫൽ യദഇ ദുനിയ വസ്തനാഅ മിനന്നാസ്. ഇതാവുന്ന രണ്ട് കാര്യം. ഒന്നെന്താണ്, ദുന്യാവിനെ ഉപേക്ഷിക്കുക. ദുന്യാവിനെ ഉപേക്ഷിക്കൽ എന്ന് പറഞ്ഞാൽ ലറൂറത്തിനാക്കാണ് കൂടുതലുള്ളതിന് ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ജനങ്ങളെ പക്കൽ നിന്നുള്ള സ്തുതിനെയും ഉപേക്ഷിക്കുക. എന്നാൽ എന്തായി, എല്ലാ നഈമും വന്ന് കിട്ടിക്കഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. വറവ ഇബ്നു മാജ റളിയല്ലാഹു അൻഹു അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ കാനത് നിയ്യത്തുഹുൽ ആഖിറ, ഒരാളെ നിയ്യത്തും എപ്പോഴുള്ള വിചാരം ആഖിറം, ഇന്ന് മരിച്ചാൽ എന്ത് കൊണ്ടുപോകും, ഇന്ന് മരിച്ചാൽ എന്താ നമുക്ക് കൊണ്ടുപോകാനുള്ളത്, പഠിച്ചോനെ എന്താ ഖബറിൽ പ്രകാശം വരാനുള്ള മാർഗം ഉണ്ടായത് എന്നിങ്ങനെ ആഖിറത്തിൻ്റെ കാര്യമാണ് ഒരാളെപ്പോഴുമുള്ള ചിന്ത. എന്നാൽ ജമഅല്ലാഹു ലഹു ശംലഹു, ഇവന് വേണ്ടപ്പെട്ടതെല്ലാം അല്ലാഹു തആല തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. ശംല എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മനുഷ്യന് വേണ്ടപ്പെട്ട എന്ത് വേണം, അഹ്ല് വേണം, പുര വേണം, വസ്ത്രങ്ങൾ വേണം, ഭക്ഷണം വേണം, ഇങ്ങനെ പല വേണ്ടപ്പെട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം അല്ലാഹു തആല എന്താക്കും, ഇവൻ അറിയാത്ത ഭാഗത്തിൽ കൂടി ഒരുമിച്ച് കൂട്ടിക്കൊടുക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ കൽബിൽ ഗിന കൊടുക്കും. കൽബിലുള്ള ഗിനയാണല്ലോ ഏറ്റവും വലിയ ഗിന. എത്ര കിട്ടിയിട്ടും കൽബിന് തേച്ചപ്പാടില്ലെങ്കിൽ എന്താ അവസ്ഥ, ഫക്കീറാണ്. വഅതതുഹു ദുന്യാ റാഗിമതൻ, ദുന്യാവ് അവൻ്റെക്ക് ഇങ്ങോട്ടും റാഗിമ എന്ന് പറഞ്ഞാൽ മുട്ടുകൊത്തി അഴിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനത്തേക്കാ പോകുന്നല്ലോ, ഞാൻ ഇന്നാളിൻ്റെ ഫലാനിലേക്കാണ് പോകുന്നത്, അയാളെ വിചാരം മുഴുവൻ ആഖിറാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പറഞ്ഞിട്ട് എന്താക്കും, ദുന്യാവ് ഇങ്ങോട്ടേക്ക് വരിക. ഇനി തിരിച്ചു വന്നാലോ, വമൻഖാനത്ത് നീയത്തുഹു ദുന്യാ, ഒരാളെ നീയത്ത് ദുന്യാവാണ്, എന്ത് കാണാനും ദുന്യാവ്, ഏടെ മുറിച്ചാലും ചോര കിട്ടണമെന്ന് പറഞ്ഞ മാതിരി എന്തിനും ദുന്യാവ്. ഫർറഖല്ലാഹു അലൈഹി അംറഹു, ഇവൻ്റെ മുഴുവൻ കാര്യങ്ങളും അല്ലാഹു തആല ചിന്നിച്ചെതിരിട്ടടിക്കും. കുടുംബം ഇവിടെ ഉണ്ടാകും, മറ്റത് അവിടെ ഉണ്ടാകും, മറ്റിവിടെ ഉണ്ടാകും, ഇതെല്ലാം കൂടെ പറക്കി കൂട്ടാൻ വേണ്ടിയിട്ടിന് സമയം പോയി. എല്ലാം ഒരിടത്തെ ഒരുമിച്ച് കൂടിയാൽ വേഗം കിട്ടുമല്ലോ. വജഅല ഫഖറഹു ബൈന ഐനൈഹി, ഫഖർ എന്നുള്ളത് കൺമുമ്പിൽ തന്നെ ഉണ്ടാകും. ഫഖർ വരും. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ ഫഖീറായി പോകും, കൈകാട്ടുന്ന ആളായി പോകുന്നു. വലം യഅതിഹി മിനദ്ദുന്യാ, എന്ന ദുന്യാവിൽ നിന്ന് ഇവനിലേക്ക് വരുവോ, ഇല്ലാ മാ കുതിബ ലഹു, അല്ലാഹു തആല പണ്ടേ നിശ്ചയിച്ചൊന്നുണ്ട്, എഴുതി വെച്ചത്. ഒരാൾക്ക് ഇത്ര യൂണിറ്റ്, ഒരു സൈദിനെ പടക്കണം, എന്നാൽ ഇവനെ പടക്കുന്നതിൻ്റെ എത്രയോ കാലം മുമ്പ് അള്ളാഹുവിൻ്റെ ഖളായിൽ എന്തുണ്ടാകും, ഇവൻ ഇത്ര ഓക്സിജൻ ശ്വസിക്കുന്നതാണ്. ഓക്സിജൻ വേണ്ടല്ലേ അതെ. അപ്പം അവിടെ വെച്ചത് കൊണ്ട് അത് കണക്കാക്കി കിട്ടാണ്ടിരിക്കുമല്ലോ. എന്തിനാ അത് കിട്ടിയെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, യാത്ര പോകുമ്പോൾ ചോദിക്കും, കത്തിൽ അടക്കി വയറിൽ ഏൽപ്പിച്ചിരിക്കും, ചോദിക്കുന്നു ഉച്ചയ്ക്ക് ചോറെടുന്ന കിട്ടുക. അതെ, ഓക്സിജൻ അവിടെ കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ടോ? റിസ്ക് എന്ന് പറഞ്ഞാൽ അതിവിശാലമായ പട്ടികയാണ്. ഭക്ഷണം പൊറോട്ട എന്ന് മാത്രം വെക്കരുത്. ഇരുമ്പ് കിട്ടല്
മറ്റൊന്നോ സൂര്യൻ ഉദിക്കേണ്ട നാളെ, അല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. അള്ളാഹുത്താല നാളെ സൂര്യൻ ഉദിക്കുന്നില്ല എന്ന് വെച്ചാൽ നാളെ സൂര്യനെ കൊണ്ട് കിട്ടുന്ന ആനുകൂല്യം മുഴുവൻ നഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ സൂര്യൻ ഉദിക്കോ ഇല്ലയോ എന്നുള്ള എന്തുകൊണ്ടാണ് ടെൻഷനില്ലാത്ത? വെള്ളം കിട്ടുമോ എന്നെന്താ ടെൻഷനില്ലാത്ത? അപ്പോൾ ഒരു 2 കഷ്ണം പൊറോട്ടക്ക് ഒരു ചാണ് വയറ്റിന് വേണ്ടിയുള്ളതിന് മാത്രം ചിന്ത. അപ്പോൾ മാ കുത്തിപ്പുണ്ടാവും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഇത്ര ഓക്സിജൻ, ഇത്ര ഭക്ഷണം, ആ ഭക്ഷണത്തിൽ ഇത്ര അളവ് നെയ്ച്ചോറ് എല്ലാം കൂടെ കണക്കൂട്ടിയാൽ എന്താ കണക്കാക്കി കണച്ചിട്ടുണ്ടാവും. ഇത്ര മന്തി, ഇത്ര വെറുംചോറ്, ഇത്ര പൊറോട്ട, ഇത്ര ചപ്പാത്തി. എപ്പോഴെല്ലാം ലീവ് ഉണ്ടായാലും അതുമെല്ലാം എഴുതിയിട്ടുണ്ടാവും. മാ കുത്തിബ ഖത്തബ എന്ന് പറഞ്ഞാൽ കണക്കാക്കൽ അല്ലാതെ ഇൽമിൽ മാത്രമല്ല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയെന്ന ഇന്ന് മറ്റേ മജാലിസുൽ അന്താദിൽ എഴുതിയത്. അതുകൊണ്ടാണ് ഖത്തബ എന്ന് പ്രയോഗിച്ചത്. ഇൽമിൽ മാത്രം വെച്ച് പുലർത്തലല്ല എന്താണ് ഇത്. അപ്പോൾ അല്ലാഹു തആല അവന് കണക്കാക്കിയതല്ലാതെ മിന്ദുന്യാവിൽ നിന്ന് വരികയേ ചെയ്യൂല, കയറൂല. ഒരു ഉദാഹരണത്തിൽ പറഞ്ഞില്ലേ, സാധനങ്ങൾ 3 ഉണ്ട്. ഒന്ന് നിനക്കുള്ളത്, അത് വകുപ്പ് മാറ്റിയിട്ട് മറ്റേ കിട്ടേ ചെയ്യൂല. അപ്പം മുന്നേ കൊണ്ടുവച്ച് വിളമ്പി വെച്ചിട്ട് ഒരാളെടുത്തിട്ട് പോഞ്ഞു കളഞ്ഞ്, എന്നാലോ ഒരാൾ കിട്ടിയില്ലേ? മുമ്പിൽ വെച്ചത് നിൻ്റെതല്ല, ഒന്നതെന്ന്. മുമ്പിൽ വെച്ചത് നിൻ്റെതാന്ന് നീ തീരുമാനിക്കണമെങ്കിൽ അതെന്താക്കണം? വായിലെത്തിയിട്ട് ചവച്ച് വയറ്റിലെത്തിയിട്ട് ദഹിച്ചിട്ട് അതിൻ്റെ പോഷകാംശങ്ങളൊക്കെ എല്ലാം വലിച്ചെടുത്തിട്ട് ചണ്ടി പുറത്ത് കളഞ്ഞാൽ നിൻ്റെത് എന്ന് ഉറപ്പിക്കും. വേറെ ഒന്നുമില്ല, ഛർദ്ദിച്ചിട്ട് പോവുക. രണ്ടാമത്തത് മറ്റൊരാളെ സാധനം എനിക്ക് കിട്ടുകയേ ചെയ്യൂല, മറ്റെനിക്ക് കിട്ടൂല. മൂന്നാമത്തത് എനിക്കുമില്ല, മറ്റോ എനിക്കുമില്ല. എന്താക്കും? കാക്കം കൊത്തിയിട്ടോ അല്ലെങ്കിൽ വീട് മറിഞ്ഞിട്ടോ അവിടേക്കിപ്പോൾ എല്ലാം വീട് പൊളിഞ്ഞിട്ട് ചായ നഷ്ടപ്പെടുന്നില്ല ആയിരിക്കില്ലാണ്ട്. എങ്ങനെ അതെ, മുബറമായ കള്ളാഹുണ്ട്, മുഅല്ലക്കായ കള്ളാഹുണ്ട്. ഇപ്പം ലോകത്ത് നടക്കുന്ന എല്ലാം മുഅല്ലക്കായ കള്ളാഹാണ്. മുഅല്ലക്കായ കള്ളാഹ് അതിൻ്റെ പരിഹാരം, മുഅല്ലക്കായ കള്ളാഹ് അതിൻ്റെ പരിഹാരം കൊണ്ടാണ് ലോകം മുഴുവനും സഞ്ചരിക്കും. ഇപ്പം എന്താക്കും? കുറേയധികം അധ്വാനിച്ച് അല്ലെങ്കിൽ വെള്ളം കുടിക്കാണ്ടെന്ന്, ഭക്ഷണം കഴിക്കാണ്ടെന്ന്, വെയിൽ കൊണ്ടാലെന്താകും? പുറത്തു കഴിഞ്ഞാലൊക്കെ ക്ഷീണമുണ്ടാകും. അതേതാന്ന്? മുഅല്ലക്കായ കള്ളാഹാണ്. അതിന് പരിഹാരമുണ്ട്. എന്ത്? നന്നായിട്ട് കുളിച്ച് ഭക്ഷണം കഴിച്ച് നന്നായി സമയത്ത് ഉറങ്ങും. എൻ്റെ കയ്യിലില്ലേ? അപ്പം ലോകത്ത് നടക്കുന്ന അത്തൽ കേസു എത്ര വരെ മടി, ഉന്മേഷം, ക്ഷീണം, തളർച്ച, രോഗം, ആരോഗ്യം മുതലായ എല്ലാം ഇതാണ് മുഅല്ലക്കായ ഖളായിൽപ്പെട്ടതാണ്. അതായത് അത് സംഭവിക്കും, സംഭവിച്ചാൽ അതിന് പരിഹാരവും വെച്ചിട്ടുണ്ട്. ചിലതിന് അതിൻ്റെ ആദിയായ അസ്ബാബായിരിക്കും വെച്ചിട്ടുണ്ടാകുക, ചിലതിനോ തസ്ബീഹോ ദിക്റൊക്കെ വെക്കും. അത് അവിടെ എത്തിയാലേ പരിഹാരമാവുള്ളൂ. ഇപ്പം പറയാം, യൂനുസ് അലൈഹിസ്സലാമിന് അല്ലാഹു തആല പരീക്ഷണത്തിന് വേണ്ടി മത്സ്യത്തിന് വയറ്റിലാക്കി. ഇതല്ലേ? ഇതെന്താ സാധനം? മുഅല്ലക്കായ ഖളാഹാണ്. ഇതിന് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? എടാ ഉടനെ കപ്പിത്താന്മാരെ നോക്ക്, മുങ്ങൽ വിദഗ്ധന്മാരെ നോക്ക്, അല്ലെങ്കിൽ കലാശികളൊക്കെ ഉണ്ടാ എന്ന് പറഞ്ഞാലൊന്നും യൂനുസ് നബി അലൈഹി സ്വലാമിനെ പിടുത്തം കിട്ടില്ല. അതെന്താ അവരുടെ ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ചൊല്ലിക്കുമെന്ന് അല്ലാഹു തആല അങ്ങ് വഹി അറിയിച്ചു. ചൊല്ലി കരക്ക് കയറി. അപ്പം ആ മുഅല്ലക്കായ ഖളാഇന് എന്തേ പരിഹാരമുള്ളൂ? ഈ തസ്ബീഹ് മാത്രമേ ഉള്ളൂ. അല്ല അല്ലാഹു പറഞ്ഞു വലൗലാ കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ആ തസ്ബീഹെങ്ങാനും ഇല്ലാതിരുന്നുവെങ്കിൽ എന്തായിരിക്കും? ഖിയാമത്ത് നാൾ വരെ അവിടെ കിടക്കേണ്ടി വരും. അപ്പം മഹ്ശറിന് ഇസ്രാഫീൽ ഓതുന്ന അവസരത്തിൽ അത് പുറത്തു വരിക. അപ്പം മൂപ്പറ ഖബറും കഴിഞ്ഞൂടല്ല അവിടെ ഇരിക്കും. ലാ യൗമി യുബ്അസൂന, മൂപ്പറ ഖബറിൻ്റെ സ്ഥാനം എവിടെ ഇരിക്കും? മത്സ്യത്തിന് വറ്റിലാകുമായിരുന്നു. അപ്പം മുഅല്ലക്കായ ഖളാഹ് ലോകത്ത് നടക്കുന്ന മുഴുവനും. മുബറമായ ഖളാഹ് എന്ന് പറഞ്ഞാൽ തീരുമാനമുണ്ട്, അത് വന്നേ പറ്റൂ, അതിന് വേറൊരു പരിഹാരം കാണാൻ കഴിയില്ല. അതുപെട്ടാണ് മൗത്ത്, ഖിയാമത്ത് നാൾ. മൗത്തിനെ തൊട്ട് പരിഹാരം ഉണ്ടാക്കാൻ ഇന്ന് ലോകത്ത് എന്തെല്ലാം കണ്ടുപിടുത്തും, എന്തെല്ലാം ആസ്പത്രിയും ആശാര കൈമ കിട്ടിയ മരം പോലെ കാട്ടുമ്പോൾ മനുഷ്യൻ്റെ പാർട്സ് കൊണ്ട് ശരീരത്തിൻ്റെ ഉള്ളി മുട്ടിയെടുത്തിട്ട് ആശാര ഉണ്ടാക്കുന്നില്ലേ?
ഇതേമാതിരി കൈകാലം ഉണ്ടാക്കിയിട്ട് ആത്മഹത്യകൾ കളിക്കുന്നുണ്ട്. എന്നാൽ കാറ്റം കിട്ടുപോയാൽ കാറ്റ് തിരിച്ചു കിട്ടാൻ വല്ല മാർഗ്ഗം ഇതിൽ കണ്ടുപിടിച്ചാൽ എന്തെല്ലാം ആസ്പത്രിയുണ്ട് ലോകത്ത്, ഏതെല്ലാം രാജ്യങ്ങളിൽ, അമേരിക്കയിലും റഷ്യയിലും ലോകത്തിൻ്റെ മുഴുവനത്തിലും മെച്ചാളെ ഹയാത്താക്കാൻ എന്ന് പറഞ്ഞിട്ട് ഒരു തീയതി നിന്ന് കൊണ്ടുവന്നിട്ട് ഒരു മരുന്ന് മുബറമായ അള്ളാഹിന് പരിഹാരമില്ല, നടന്നേ പറ്റും. സർക്കാർ കൊണ്ട് മുബറമായ അള്ളാഹ് പരിഹാരമല്ല, സർക്കാർ കൂലി കിട്ടും. മെരിക്കാണ്ടെടുക്കാൻ വേണ്ടി എന്നാൽ നല്ല സർക്കാർ ചെയ്തിരുന്നാൽ മെരിക്കെടുക്കുമോ? അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മെരിക്കെടുക്കേണ്ടത്. മുബറ കയ്യിൽ എന്തിനാണ് ഒരു കൊടുക്കലിന് തന്നെ 10,000 ഒട്ടകം, 10,000 ദീനാർ, ഇതെല്ലാം കൊടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വക്കീലല്ലേ കിടക്കുന്നു, മിച്ചം മെരിക്കെടുന്ന തീരെ മരിച്ചിട്ടില്ല. നമ്മൾ മരിക്കൽ നീട്ടലല്ല. ഇപ്പൊ നമ്മുടെ സംസാര വിഷയം മരണം നീട്ടുമോ ഇല്ലയോ എന്നല്ല. നീട്ടൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാന ചിലപ്പോൾ നീട്ടിയ തന്നെ അനുഭവങ്ങൾ കാണുന്നുണ്ട്. അബ്ദുല്ലാഹിബ്നു അദ്ദേഹം തങ്ങളുടെ ചരിത്രത്തിൽ കാണാം, മൂപ്പറ മുരീദന്മാരിൽപ്പെട്ട ഒരാൾ അവധി എത്തിയിട്ടുണ്ട്. മൂപ്പർ കുറച്ചു കാലം ജീവിച്ചിരുന്നെങ്കിൽ ഒരുപാട് നീട്ടുണ്ടാകും. ആരാന്ന് കുറേശ്ശെ ആയുസ് കൊടുക്കുക. ഞാൻ 5 വയസ്സ് കൊടുക്കുന്നു, വേറൊരാൾ പറഞ്ഞു അങ്ങനെ കൊടുക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഉണ്ടാക്കി ശേഖരിച്ചിട്ട് 40 വയസ്സ്. അതാണ് ദുആന്ന് പഠിച്ചോനെ, ഇത് നീ ഹദിയാക്കി സ്വീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ആയുസ് 40 കൊല്ലം നീട്ടി കൊടുക്കണേ എന്നുണ്ടല്ലോ. അത് ഖാലിഖുൽ ആദത്ത്. അതുകൊണ്ട് എന്തായില്ല, അയാൾ മരിക്കാൻ നിന്നിട്ടില്ല. ഇപ്പോഴത്തെ നദാദസം കുറയും. പക്ഷെ കുറഞ്ഞതാണ് അയാൾക്ക് തിരിയില്ലല്ല. കാരണം കുറഞ്ഞതാണെങ്കിൽ ആദ്യത്തെ എത്ര ആദ്യം തിരിയണ്ടേ? 40 ആദ്യം തിരിഞ്ഞിട്ട് 35 പറയൂ കുറഞ്ഞു. ഖാലിഖുൽ കറാമത്തും മൗജിദത്തും കൊണ്ട് പലതും നടത്താം. എന്നാൽ ഈ ലോകത്തിന് നടപ്പ് തന്നെ മച്ചെടുക്കാൻ കഴിയും. ഈ ലോകത്തിൻ്റെ ആദത്ത് കൊണ്ട് നടപ്പിനുള്ള അല്ലാഹു അലമുൽ ഹിക്മത്ത് ഇങ്ങനെ കൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. അത് തന്നെ മറിക്കാം. വലിയ കറാമത്തുമുണ്ട്. പക്ഷെ വലിയാകണം. പച്ചസാലോട്ട് സിഗരറ്റും വലിച്ചൊരു കട്ടൻ ചായ കുടിച്ച് നടന്നാൽ വലിയാവില്ല. ആടെ വലിയുണ്ട് പോലും എന്ന് പറഞ്ഞാൽ വലിയാവില്ല. അതല്ലേ ഹിയൽ പറഞ്ഞത്, ഇന്ന് നാളെ സൂര്യൻ ഉദിക്കണ്ടെന്ന് അള്ളാഹിനോട് പറഞ്ഞാൽ നാളെ ഉദിപ്പിക്കാത്ത അവസ്ഥ വരും. അങ്ങനത്തെ ആളുകൾ അള്ളാഹിൻ്റെ ഔലിയാക്കളിലുണ്ട്. ആരാ പറഞ്ഞു? സഹലുബിൻ അബ്ദുല്ലാഹി തുസ്തരി. അത് ആരാന്ന് പറഞ്ഞു? ഓറ് തന്നെയാണ്. പഠിച്ചവനെ നാളെ സൂര്യൻ ഉദിപ്പിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഉദിക്കൂല. പക്ഷേ അതിനോട് കളിക്കാൻ നിൽക്കൂല. കളിച്ചാൽ വലിയ പ്രശ്നങ്ങളുണ്ടേ. ഉദാഹരണം പറയാ, വണ്ടി കയറിയാൽ ചെയിന് കാണാനല്ല, ആര് വലിച്ചാലും വണ്ടി നിൽക്കൂലേ. പക്ഷേ യാത്രക്കാർ കളിക്കുന്നുണ്ട് അതിനെ കൊണ്ട്. എന്താ കേസ്? ഇവനും കൊടുങ്ങും, യാത്ര വിലങ്ങും, അത് വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്യും, അന്വേഷിച്ച് കണ്ടുപിടിച്ച ആൾ വരും. അപ്പോൾ അത്ര കണ്ട് വണ്ടി മറ്റുള്ള വണ്ടിക്കെല്ലാം വൈകി പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്. ഒരു വണ്ടി സ്തംഭിച്ചാൽ റോഡിൻ്റെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പിലൊരു വണ്ടി കൊടുക്കലല്ലേ ഇതെല്ലാം ഉണ്ടായില്ലേ. അവനങ്ങനെ കളിപ്പിക്കാൻ നിൽക്കൂല. അവർ കറാമത്തൊന്നും കളിക്കാനുള്ളതല്ല. അത് മനസ്സിലായില്ലേ? ഇനി 28 വാൻ അബീ ബക്കറിൻ ശിബിലി റളിയല്ലാഹു അൻഹു. മൂപ്പർ ആരാന്നറിയോ? വലിയ മഹാനാണ്. ബഗ്ദാദിയുൽ മൗലിദ് വൽ മൻശൽ. ബഗ്ദാദിലാണ് ജനനവും വളർന്നതുമെല്ലാം. സഹിബൽ ജുനൈദ വമഫി അസ്ലിഹി. ജുനൈദുൽ ബഗ്ദാദിയോടാണ് കൂട്ടുകിട്ട്. അതുപോലത്തെ ആ നിലവാരത്തിലുള്ള പല ആളുകളും. മാലിക്കിയുൽ മദ്ഹബ്. മാലിക്കി മദ്ഹബ്. അപ്പം എത്ര വലിയ ആളും മദ്ഹബ് അനുസരിച്ചേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ഇപ്പം മനസ്സിലായി. സ്വന്തം മദ്ഹബ് ഉണ്ടാക്കിയ മദ്ഹബാവൂല. ആശ 87 സന. 87 വയസ്സ് ജീവിച്ചിരുന്നു. വമാത്ത സനത്ത 40 334 കൊല്ലത്തിനാണ് മൂപ്പർ വഫാത്തായത്. ഖബറുഹു ബി ബഗ്ദാദ്. ഖബർ ബഗ്ദാദിലുണ്ട്. അവിടെ സിയാറത്ത് ചെയ്യാനും കഴിയുന്ന ഏത്? അബൂബക്കർ ശിബിലി. വഹുവ മിൻ ഉലമാഇൽ ആരിഫീൻ. അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളിലെ വലിയ നേതാവായിരുന്നു അലി ശിബിലി. കാല
മൂപ്പറ പറഞ്ഞു ഫി മുനാജാത്തിഹി ഇലാഹി ഇന്നി ഉഹിബ്ബുൻ അൻ അഹബലക ജമീഅ ഹസനാതി മഅ ഫഖരി. എനിക്ക് ഹസനാത്തിലേക്ക് വളരെ ആവശ്യമുണ്ട്, വലിയ ഫക്കീറാണ്. ഞാനെന്താക്കുക, നിന്നോടുള്ള മഹബത്തിന് വേണ്ടിയിട്ട് എൻ്റെ എല്ലാ ഹസനത്തും എനിക്ക് തന്നേക്കാം. അങ്ങനെ ഒരു ഇഷ്ടം, ഒരു മഹബത്ത് പറയുന്ന അവസരത്തിലുണ്ടാകുന്ന ഒരു ശൈലിയാണ്. എനിക്കേതായാലും ഹസനാത്തിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പക്ഷെ അതിൽ നിന്നെല്ലാം നിർത്തി വെച്ചിട്ട് എൻ്റെ മുഴുവൻ ഹസനാത്തും എനിക്ക് തന്നേക്കാം അല്ലേ. നീ എന്താക്കണം, അതുപോലെ ളുഅഫി, എനിക്ക് ളുഅഫുമുണ്ട്, ഇനി ഭാവിയിൽ വർദ്ധിപ്പിക്കാനൊട്ട് കഴിയില്ല. എന്നാൽ ഫകൈഫ ലാ തുഹിബ്ബു സയ്യിദി, എന്നാൽ സയ്യിദായ നീ ഇഷ്ടപ്പെടൂലേ അൻ തഹബലി ജമീഅ സയ്യിആത്തി, എൻ്റെ സയ്യാത്ത് മുഴുവനും പൊരുത്തപ്പെടാൻ നീ തയ്യാറാവില്ലേ? എൻ്റെ മോശങ്ങളായ പ്രവർത്തനങ്ങൾ മുഴുവനും പൊരുത്തപ്പെടാൻ നീ തയ്യാറാവൂലേ? എന്തുകൊണ്ട്? എൻ്റെ ദോഷം കൊണ്ട് എനിക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാകുന്നില്ലല്ലോ. അത് നമ്മൾ ആദ്യത്തെ ഹദീസിൽ ഓതിയത്. മാ ഖിനാക മൗലായ അന്നി, എന്നെ തൊട്ട് എൻ്റെ മൗലയായ നീ ഉണ്ടല്ലോ, ഈ ദോഷങ്ങൾ ഉണ്ടായിക്കൊണ്ട് എനിക്ക് യാതൊരു സ്ഥാനവും കുറയുന്നില്ലല്ലോ. അങ്ങനെ ആക്കിക്കൂടെ? അതായത് ഈ ഔലിയാക്കൾക്കുണ്ട് ചില സംസാരത്തിൽ ഇതിലാകുന്നുണ്ടൊരു ഒരു പ്രയോഗം. അത് ഈ വെറുതെ ഇത്തിബാ ചെയ്തിട്ട് അടിച്ച് വാക്കാൽ പറഞ്ഞാലൊന്നും പോരാ, അതൊരു ഹാലിൽ നിന്നുണ്ടാകുന്നത് ഇതിലാകും. പണ്ട് ബാറസ് മഴയിപ്പിച്ചോണ്ടില്ലേ, അതുപോലെ അബുൽ ഹസൻ ഷാദിലി തങ്ങൾ ചില ഹിസ്ബുൽ കബീലെല്ലാം കാണാം. പഠിച്ചവനെ, നമ്മളോട് ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഹസനത്ത് കൊണ്ട് തിരിച്ചടിക്കണമെന്ന് കൽപ്പിച്ചവനാണ് അല്ലേ. ഹസനത്ത് മാത്രമല്ല, അഹസനെ കൊണ്ട് തിരിച്ചടിക്കണമെന്നാണ് നീ നമ്മളോട് കൽപ്പിച്ചത് അല്ലേ. ആ സ്വഭാവം പാലിക്കാൻ നീ തന്നെയല്ലേ ആവൂലെന്ന്. നമുക്ക് കുറ്റം ചെയ്താൽ കുറെ കൊണ്ടുനിർത്ത്, അത് നീ സ്വയം പാലിക്കലല്ലേ, എനിക്ക് ആവൂലല്ലേ. ഇത് കല്യാണം എത്ര എന്ന് പറഞ്ഞു, പക്ഷെ അത് ഇതിലാ എന്ന അർത്ഥമയിൽ പറഞ്ഞു പോകുന്നതാണ്. അതായത് ഒരു ധൈര്യക്കുറവ് കണ്ടിട്ട് മഹബത്തിൻ്റെ പ്രകടനം കാണിക്കാം. ചെന്നില്ലേ എന്തുകൊണ്ട് ഇന്ന സയ്യിആത്തി ലാ തദുറുക, എൻ്റെ സയ്യിആത്ത്, എൻ്റെ മോശമായ പ്രവർത്തനം നിനക്ക് യാതൊരു ഉപദ്രവവും വരുത്തൂല. വഹസനാത്തി ലാ തൻഫഉക, ഞാൻ ചെയ്ത ഹസനാത്ത് നിനക്ക് ഉപകാരത്തിനുമില്ല. അത് വെറുതെ അങ്ങ് വലിച്ചെറിയാന്നേ ഉള്ളൂ. ഇത് മഹബത്തിൻ്റെ വേളയിൽ മൂപ്പർ അങ്ങോട്ട് പറഞ്ഞു വെക്കാം. അത് തീർന്ന് അല്ല 28, ഇനി 29 വഖദ് അജാസനി ബഅദുൽ ഫുളലാ, ഇതാരാന്നൊരു ഷാരിഹ പറയുന്നു, നമുക്ക് സ്മൃതിയല്ല. ചില നേതാക്കന്മാർ എനിക്ക് ഇജാസത്ത് തന്നു അൻ അഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅത്തി 7 മർറാത്തി, എല്ലാ ജുമാ നമസ്കാരത്തിന് ശേഷവും 7 വട്ടം പറയാൻ ഹാദിഹിൽ അബയാത്തി സലാസ, താഴെ പറയുന്ന 3 വരി വെയിറ്റ് നമ്മുടെ നാട്ടുകടകളിലുണ്ട്. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരി ജഹീമി. പഠിച്ചോനെ, ഫിർദൗസ് എന്ന സ്വർഗത്തിൽ കയറാൻ ഞാൻ അർഹനായിട്ടില്ല. എന്നാൽ പിന്നെ എവിടെയാ പോണ്ട? നരകത്തിലല്ലേ. നരകത്തിൻ്റെ ചൂടെനിക്ക് സഹിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഫഹബിലി ദല്ലത്തി വഗ്ഫിർ ദുനൂബി, ഫഹബിലി മറ്റേ സാധാരണ പഠനയിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ. വഹബലി തൗബത്തൻ എന്നാണ്, രണ്ടും മാനയിലൊന്നാണ്. എൻ്റെ ദോഷം പൊറുക്കുകയും എൻ്റെ കുറ്റങ്ങളൊക്കെ നീ വിട്ടുവീഴ്ച ചെയ്യുകയും വേണം. ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി വആമിൽനി മുആമലത്തൽ കരീമി വസബ്ബിത്നി അലൽ നഹ്ജിൽ ഖവീമി എന്നാണ്. നമ്മൾ സാധാരണ പഠനത്തിനേക്കാൾ കുറച്ച് മാറ്റമുണ്ട്. സാധാരണ പഠനം യാനത്തു താലിബയിലുണ്ട്, ജുമാൻ്റെ വാബിലി. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബി ഫഹബിലി തൗബതൻ വഗ്ഫിർ ദുനൂബി. 3 വരി നമ്മുടെ നാട്ടിൽ നിന്ന് 3 വരി ചെല്ലില്ല. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബതൻ വഗ്ഫിർ. അവിടെ 2 വരി ചെല്ലുന്നുണ്ട് അല്ലേ. പണ്ട് പാങ്ങാടിയിലെ ചമ്മരമലി ഇങ്ങനെ പൈൻ്റ് കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ബോർഡിൽ. ഒരു അബ്ദുൽ മലിക് മൈലാറുണ്ടായിരുന്നു, നല്ല 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 പാവപ്പെട്ട മൈലാറായിരുന്നു. മുമ്പർ വാഴൊന്നും പറയില്ല, ഇങ്ങനെ എഴുത്താണ് എല്ലാത്തിനും പെയിൻറ്റ് മുക്കിയിട്ട് എഴുതും. നമ്മൾ മടൈപ്പള്ളി കാണാം ചില എഴുത്തെല്ലാം മുമ്പർ എഴുത്താണ്.
പള്ളിയിലുമില്ല. ബാക്കി സ്ഥലത്തുണ്ടെന്ന് നല്ല കയ്യത്ത് വന്നു. ഞാൻ മാട്ടുന്ന ഒരു എപ്പോഴും അടുത്ത് കയറും മൂപ്പറ ഇതിങ്ങനെ സംസാരിക്കുന്നത് നല്ല നല്ല ആലിമാന്ന് പറഞ്ഞു. ഇനി ഹിക്കായത്തു ഖദിമ ശിബിലി അലബിന് മുജാഹിദിൻ റളിയല്ലാഹു അൻഹുമാ. നമ്മൾ ഷിബിലിയെ പറ്റിയല്ലേ പറഞ്ഞത്. ആ ഷിബിലി ഇമാമ് ഇബ്നു മുജാഹിദ് അങ്ങനെ കാണാൻ പോയിട്ട് ഫആനകഹു ഇബ്നു മുജാഹിദ് അവർ എന്താക്കി ഷിബിലി ഇമാമിനെ കെട്ടിപ്പിടിച്ചു. വഖബ്ബല ബൈന ഐനൈഹി രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ചുംബിച്ചു. എന്നിട്ടോ അപ്പോൾ മൂപ്പർ ചോദിക്കും ഷിബിലി ഇമാമ് നീ എന്തെങ്കിലും കാട്ടുന്നു? ഫസുഇല അൻ ദാലിക് പറഞ്ഞ് ഫഖാല റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു പിന്നോമിൽ വഖദ് അഖബല ഷിബിലി അപ്പോഴതാ ഷിബിലി ഇമാമ് വരുന്നു. ഫഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എണീറ്റിട്ട് ഇലൈഹി ഷിബിലി ഇമാമിലേക്ക് പോയിട്ട് വഖബ്ബല ബൈന ഐനൈഹി രണ്ട് കണ്ണിൻ്റെ ഇടയിൽ ചുംബിച്ചു. ഫഖുൽതു അപ്പം ഞാൻ ചോദിച്ചു യാ റസൂലല്ലാഹ് തഫ്അലു ഹാദാ ബിശ്ശിബിലി തങ്ങൾ വലിയ ഇതിനേക്കാണ് അയലാ മക്കാമിലെത്താൻ ഇനി ആരും ബാക്കിയില്ലല്ലോ, തങ്ങൾ ഷിബിലി ഇമാമിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ? ഖാല നഅം അതേ ചെയ്യണം. എന്തുകൊണ്ട്? ഇന്നഹു ലം യുസല്ലി ഫരീളതൻ ഇല്ലാ വഹുവ യഖറഉ ഖൽഫഹാ ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും എന്നുള്ള ആയത്ത് 128-ാമത്തെ ആയത്ത് വരെ ഇനി ആഖിറുൽ ആയത്തൈനി രണ്ടായത്ത് എപ്പോഴും ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഒരായത്ത്. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم എന്ന് രണ്ടായത്തില്ലേ. ويقول صلى الله عليك يا محمد എന്ന് സലാത്തും ചൊല്ലും. അങ്ങനെ ഇത് കാരണത്താൽ തങ്ങൾക്ക് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് ആരെ ഷിബിലി ഇമാമിനെ ചുംബിച്ചതായിട്ട് മനാമിക്കണ്ടത്. അപ്പം ഇത് ഷിബിലി ഇമാമ് ചെയ്തിട്ടുണ്ടോയെന്നറിയണ്ടേ. ഫസഅൽതു ഷിബിലിയ ഷിബിലി ഇമാമിനോട് ഞാൻ ചോദിച്ചു അമ്മാ യഖുലുഹു ബഅദ സ്വലാത്തി നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും കാര്യം ചെയ്യാറുണ്ടോ? ഫദക്കറ മിസ്ലു അപ്പം ലഖദ് ജാഅക്കും എന്ന ആയത്തോതും എന്നിട്ടോ സലാത്തും ചെല്ലും എന്ന് തീർത്തു പറയും ചെയ്തു. അതെന്താ ഷിബിലി ഇമാമിൻ്റെ ചരിത്രം വന്നപ്പോൾ ഒന്ന് അടക്കം കൂട്ടിക്കൊടുത്തേ ഉള്ളൂ. ഇനി 29 വഖാല അത് ഷിബിലി ഇമാമിൻ്റെ കൗല് തന്നെ. ഇദാ അറത്ത അൻ തസ്തഗ്നിസ ബില്ലാഹി നീ അള്ളാഹുവിനെ കൊണ്ട് എപ്പോഴും ഈനാസ് ഉണ്ടാകണം, ഒരിക്കലും മുഷിപ്പുണ്ടാവാത്ത രീതിയിൽ അള്ളാഹിനെ കൊണ്ട് ഈനാസ് ഉണ്ടാകണമെങ്കിൽ എന്നുവെച്ചാലോ യസ്കുലു കൽബക മഅല്ലാഹി വലാ യൻഫിറു മിൻഹു അള്ളാഹിനെയും വിട്ടിട്ട് കൽബ് തെറ്റിപ്പോവാതെ അത് തന്നെ കഴിഞ്ഞോടാണെങ്കിൽ ഫസ്തൗഹിഷ് മിൻ നഫ്സിക് നിൻ്റെ നഫ്സിനോട് നീ വശത്താവണം. കാരണം നമുക്ക് ഈ ഏറ്റവും അടുക്കുന്ന ആൾ വരുമ്പോഴല്ലേ ഈ കൽബം അങ്ങോട്ട് മാറല്ലേ. അപ്പം നിൻ്റെ നഫ്സാന്നല്ലോ ഏറ്റവും അടുത്തതും. അപ്പം നഫ്സിനെ തൊട്ട് നീ വഹശത്തായാൽ അള്ളാഹിനെ കൊണ്ട് ഈനാസ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഫക്കത്തായ മവദ്ദാത്തി നഫ്സിക്ക് നിന്നെ നഫ്സ് തൃപ്തിപ്പെടുന്നുണ്ടല്ലോ കാര്യങ്ങളുണ്ടാവും, അതെല്ലാം മുറിച്ചേക്കാം അല്പസമയമെങ്കിലും. സുഹൈല ഷിബിലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ട് ബാദ മൗതിഹി അൻ ഹാലിഹി മൗത്തിന് ശേഷം എന്താണ് ഹാല് ഫിൽ മനാം മനാമിലാണ് ചോദിച്ചത്. ഫഖാല ഖാലല്ലാഹു ലീ യാ അബൂബക്കർ അബൂബക്കർ ഷിബിലി അതദ്രി ബിമ ഗഫർതു ലക നിനക്ക് ഞാൻ പുറത്തു തന്നത് എന്തുകൊണ്ടാണെന്നറിയോ? പണ്ട് ഗസാലി മകനോട് ചോദിച്ച പോലെ തന്നെ വേനയിൽ നിന്ന് ആ ഈച്ച വെള്ളം മഷി കുടിച്ച ദാഹം നിർത്തത് കൊണ്ടെന്നല്ലേ. കൊൽത്തു ഞാൻ പറഞ്ഞു ബിസാലിഹി അമലി എൻ്റെ സാലിഹ അമല് വല്ലതും ഉണ്ടാകാം. കാലല്ല അതൊന്നുമല്ല. കൊൽത്തു ബി ഇഖ്ലാസി ഉബൂദിയത്തി ഞാൻ അബുദാകുന്ന വിഷയത്തിൽ വളരെ മുഖലിസായിരുന്നു എന്നതുകൊണ്ടാണോ? കാലല അതുമല്ല. കൊൽത്തു ബി ഹജ്ജി വസൗമി വസലാത്തി ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, നോമ്പ് നോറ്റിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണോ? കാലല അതുമല്ല. കൊൽത്തു ബി ഹിജ്റത്തി ലി സാലിഹീൻ സാലിഹീങ്ങളെ കാണാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹിജ്റ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണോ? വലി തലബിൽ ഇൽമി ഇൽമിനെ തേടാൻ വേണ്ടി കുറേ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണോ? കാലല അതുമല്ല. കൊൽത്തു ഇലാഹി ഫബിമ പിന്നെ എന്തുകൊണ്ടാണ് പഠിച്ചവൻ എനിക്ക് മഫ്റത്ത് കിട്ടിയത്?
قال الله تبارك وتعالى أتذكر حين كنت تمشي في درب بغداد ബഗ്ദാദിൻ്റെ തെരുവിൽ കൂടി നീ നടക്കുന്നു. അപ്പോൾ ഒരു രാത്രി ഇരിക്കണം. ഫവജത്ത ഹിറത്തൻ സഗീറത്തൻ ചെറിയൊരു പൂച്ചക്കുഞ്ഞിനെ നിങ്ങൾ കണ്ട്. അത് അഫഹൽ ബർദു കഠിനമായ തണുപ്പ് അതിനെ കുഴക്കി ക്ഷീണിപ്പിച്ചിരിക്കുന്നു. തങ്ങളിപ്പോൾ എപ്പോഴും കിടക്കിടക്ക് വയൽ പറയുന്ന വയലാണ് അല്ല നിങ്ങളെ. ഓഹയ്യ തൻസബി മീൻ സിദ്ധത്തി തണുപ്പിൻ്റെ കടുപ്പം കൊണ്ട് ഇങ്ങനെ വിറക്കുന്നു, പൊളിഞ്ഞു നിൽക്കുന്നു. ഫഅഖദതഹ നീ എന്താക്കി അതിനെ എടുത്തിട്ട് റഹ്മത്തല്ല അതിനോട് കാരണം തോന്നിക്കൊണ്ട് ഈ കിസ്സ യഥാർത്ഥത്തിൽ അവിടെയെന്ന് വേണ്ടി അതെ. പക്ഷെ ഇവിടെ ഒരു മുനാസബത്തുണ്ട്. ശിവലി ഇമാമിൻ്റെ ചരിത്രം പറയുന്നു എന്നുള്ളത്. വഅദ്ഖൽതഹ ഫീ ഫർവിൻ അങ്ങനെ ഒരു ഇല്ലേ വിരിപ്പ്, നമ്മുടെ പുതപ്പ്, ഒരു കാർപ്പറ്റ്, അതിലതിനെ പൊതിഞ്ഞിട്ട് കാന അലയിക്ക നിങ്ങളുടെ മേലുണ്ടായ ആദ്യത്തിന് വെക്കായത്തല്ല അതിനെ തണുപ്പേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ സംരക്ഷണം കൊടുത്തു. ഫക്കുട്ട് ഓ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നഅം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഫഖാല അല്ലാഹു തബാറക വതആല ബിറഹ്മതിക ലിതിൽകൽ ഹിർറതി റഹിംതുക ആ പൂച്ചക്കുഞ്ഞിനോട് നീ കാട്ടിയ കാരണത്താൽ എൻ്റെ റഹ്മത്ത് നിനക്ക് ചൊരിഞ്ഞിരിക്കുന്നു എന്നാണ്. നമ്മുടെ എന്തായി അർറാഹിമൂന യർഹമുർ റഹ്മാൻ എന്ന് പറഞ്ഞ ഹദീസിൻ്റെ വാക്കിയിലാണ് ഇത് അവിടെ വരിക. ഇനി വൽ മക്കാലത്തു സലാസൂൻ 30ാമത്തെ മക്കാല. അതോടുകൂടി നമ്മൾ 1-ാം ബാബ് തീർന്നു. കാല ശിബിലി ഇമാമ പറയുന്നു ലൗ ദുഖ്തും ഹലാവത്തൽ വുസ്ലത്തി അള്ളാഹുമായി ചേർന്നാലുണ്ടാകുന്ന ഒരു ഹലാവത്തുണ്ട്, അള്ളാഹുവിൻ്റെ വുസ്ലത്തുമുണ്ട്. അത് നിങ്ങൾ ആസ്വദിച്ചാൽ ലഅറഫ്തും മറാറത്തൽ ഖത്തി അള്ളാഹുമായി ബന്ധം അല്പസമയം മുടുമ്പോഴുണ്ടാകുന്ന വേദന അപ്പോഴാണ് അറിയുക. അതായത് നമ്മൾ അവിടെ പാടാറുണ്ട് വമാ നഈമി ഇല്ലെന്ന് വമാ അദാബി അതെ എനിക്ക് ഹിജാബ് വരത്താണ് ഏറ്റവും വലിയ അദാബ് എന്നാവും. അതായത് അള്ളാഹുവിൻ്റെ വുസ്ലത്തിൻ്റെ മാധുര്യം ആസ്വദിച്ചു പോയാൽ അല്പസമയം ഇല്ലാണ്ടായ എനിക്ക് അതിനേക്കാണ് നല്ലത് മരണമായിരുന്നു തോന്നും. പക്ഷെ അതിൻ്റെ വുസ്ലത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാത്തത് കൊണ്ടാണ് എന്താക്കിയത് അത്ര പിരിഞ്ഞാലും കേസില്ലാന്ന് തോന്നും. അത്രമാത്രമാണ് അള്ളാഹു മനുഷ്യൻ്റെ കൽബും തമ്മിലുള്ള ബന്ധം. ലോകത്ത് അള്ളാഹുമായി ഏറ്റവും കുറുമ്പും ഏറ്റവും ബന്ധമുള്ള സാധനമാണ് മനുഷ്യൻ്റെ കൽബ്. ആ കൽബിലെന്തായി ഒരുപാട് ഹിജാബുകൾ ഇങ്ങനെ വന്നു കൂടിയിട്ട് അത് ആ ബന്ധത്തിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ കാരണത്താൽ എന്താക്കും അത് മുറിഞ്ഞു പോയാലുണ്ടാകുന്ന നഷ്ടവും തിരിയില്ല. ഇത് ആസ്വദിച്ചാളല്ലേ പറയുന്നത്. ഖത്തിയത്തെന്ന് പറഞ്ഞാൽ മുറിക്കപ്പെടൽ അൽ മുഅദ്ദിയാനില്ലാഹി ഫഇന്നഹു അദാബുൻ അലീമുൻ ഇൻദ അഹ്ലില്ലാഹി തആല അല്ലാഹുവിൻ്റെ അഹ്ലുകാരായ ഔലിയാക്കളടുക്കൽ അദാബുൻ അലീം എന്ന് പറഞ്ഞാൽ ഹിജാബാണ്. അതിൽ പാടിയതു വമാ ഹിജാബി വമാ അദാബി ഇല്ലാ ഹിജാബി വമാ നഈമി ഇല്ലാ വിസാലി. ഇത് കഴിഞ്ഞാൽ ഇതേ സീറ്റിൽ നിന്ന് യാഫിയോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വകാന മിൻ ദുആഇഹി റളിയല്ലാഹു അൻഹുവിൻ്റെ ദുആയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നുണ്ട്. അല്ലാഹുമ്മ അർസുഖ്നി ലദ്ദത്തൻ നദരി ഇലാ വജ്ഹിക്കൽ കരീം വശൗഖ ഇലാ ലിഖാഇക. നിന്റെ വജ്ഹുൽ കരീമിലേക്ക് നോക്കുന്ന ആ ലദ്ദത്തും നിന്റെ ലിഖായിലേക്കുള്ള ഷൗഖും നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് തങ്ങളെ ഇവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് രണ്ടാളെ തങ്ങളെ ദുആയാലും ശിബിലി ഇമാമിൻ്റെ ദുആയാലും നമുക്ക് വേണ്ടത് തന്നെയാണല്ലോ. ഇനി അത് തീർന്നിട്ട് എന്താക്കണ് ബാബ് സുലാസി 3 കാര്യം പറയുന്നതാണ്. അതിലെത്തിണ്ട് 55 വൈകുന്നത്താണ്. നേരത്തെ ഇതിൽ 30 ഉണ്ടായത് കഴിഞ്ഞ് 55. അതിൽ സബ്അത്തു അഖ്ബാർ 7 ഹദീസുകളും വൽ ബാക്കി ആസാറുകളായിരിക്കും. റുവിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ അസ്ബഹ വഹുവ യശ്കു ലീകൽ മആഷ് ഫകഅന്നമാ യശ്കു റബ്ബഹു. ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ മറ്റുള്ള പടുപ്പുകളോട് പാടി പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരാളായി തീർന്നാൽ റബ്ബിനെ പറ്റിയാണ് പടുപ്പുകളോട് കേസ് കൊടുക്കുന്നവർ. റബ്ബിനെ പറ്റി പടുപ്പുകളോടെ കേസ് കൊടുത്തേ. ഇത് പടുപ്പുകൾ അല്ലാക്കിയത് വിരിക്കല് അല്ലേ, ഇതല്ലേ ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ പോയിന്റ് മനസ്സിലായ?
എനിക്ക് ലീഗൽ മാഷാണ്, അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളോട് പരാതി പറയുന്നതായിട്ടാണ് നേരം വെളുത്താൽ അള്ളാഹുവിനെ പറ്റിയാണ് പടപ്പുകളോട് ഇപ്പോൾ പരാതി പറയുന്നത്. വമൻ അസ്ബഹലി ഉമൂരി ദുന്യാ ഹസീനൻ, ദുന്യാവിൻ്റെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ഒരാളെന്താക്കി ദുഃഖിതനാണെങ്കിൽ ഫഖദ് അസ്ബഹ സാഖിതൻ അലല്ലാഹി തആല, അള്ളാഹുവിനോട് കോപിച്ചവനായിട്ടാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് കോപം പ്രകടിപ്പിച്ചവനായിക്കൊണ്ടാണ് നേരം വെളുത്തിരിക്കുന്നത്. വമൻ തവാദഅ ലി ഗനിയ്യിൻ ലിഗിനാഹു, ഒരു സമ്പന്നനായ ഒരു വ്യക്തിയുണ്ട്, ആ സമ്പന്നത ഉദ്ദേശിച്ചു കൊണ്ടൊരാളെന്താക്കുക അയാൾക്ക് വലിയ കീഴ്പ്പെട്ട് ജീവിക്കുക. എന്തുകൊണ്ട് സമ്പന്നൻ എന്താക്കുക ചിലപ്പോൾ ഇൽമുണ്ടായിന്നും വരാമല്ലോ, അതുകൊണ്ടിട്ടാണ് സമ്പന്നൻ എന്താക്കുക ഒരു സയ്യിദാവാലോ. പക്ഷെ അവിടെ പോയിന്റ് ഏതാണ്? സയ്യിദാവുക, ലഹരി പറ്റിപ്പെടുക, അല്ലെങ്കിൽ ആലിമാവുക, ആബിദാവുക എന്ന പോയിന്റ് അതല്ല. ജിനാക്ക് വേണ്ടിയിട്ട് കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ദഹബ സുൽസാ ദീനിഹി, ദീനിൻ്റെ 2/3 അവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. പണക്കാർ ബഹുമാനിച്ച് ജീവിച്ചാൽ അതാ. ഇനി അതിനെ കുറച്ച് വിശദീകരണം പറയുന്ന റുബിയ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ അസ്ബഹ ഐ ദഖല ഫി വഖ്തി സബാഹ്, പക്ഷെ നേരം വെളുത്തു വഹുവ യസ്കൂ ഇലന്നാസ്, ജനങ്ങളോട് ഇപ്പോൾ പരാതിപ്പെടുന്നു, അല്ലാഹ് എനിക്കൊരു പണി തന്നിട്ടില്ല, എൻ്റെ ജീവിതം കഷ്ടത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ലീക്കൽ മആഷ് ഫകഅന്നമാ യസ്കൂ റബ്ബഹു, റബ്ബിനെ പറ്റി ജനങ്ങളോട് ശിക്കായത്ത് പറഞ്ഞ സ്ഥാനത്താണ്. വശിക്കായത്തു ലാ തലീഖു ഇല്ലാ ഇലല്ലാഹി തആല, ശിക്കായത്താണെങ്കിലോ അല്ലാഹു തആലയോടാണ്, ഇല്ലാതെ പറ്റൂല. അതുകൊണ്ട് ഫഇന്നഹ മിൻ ജുന്നത്തി ദുആ, ദുആൻ്റെ ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനമാണ് ശിക്കായത്ത്. ദ്വാരക്കുന്ന പല ശൈലികളുണ്ടല്ലോ, ആ ശൈലിയിൽപ്പെട്ട ഒരു ശൈലിയാണ് ഇത് ശിക്കായത്ത് പറയുക. മറ്റേ ഈ ഹെക്കിമനെ കണ്ടില്ലേ, ഞാൻ ലഈഫാണ് ഫഖബ്ബിനി, അല്ലാഹുമ്മ ലഈഫു ഫഖബ്ബിനി, ഞാൻ ലഈഫാണ് എനിക്ക് ശക്തി നൽകണേ, ഞാൻ ജാഹിലാണ് എനിക്ക് ഇൽമ നൽകണേ, ഞാൻ ഫക്കീറാണ് എനിക്ക് കാശ് തരണേ. ഇത് അള്ളാഹിനോട് ദുആൻ്റെ ശൈലിയാണ്. ആ ദുആ അള്ളാഹിനോട് അല്ലാണ്ട് പറ്റില്ല. അമ്മ ശിക്കായത്തു ഇലന്നാസ്, ജനങ്ങളോട് പറയുന്ന ശിക്കായത്ത് വഹിയ മിൻ അലാമാത്തി അദമി റിളാ ബി ഖിസ്മത്തില്ലാഹി സുബ്ഹാനഹു വ തആല ലഹു, അല്ലാഹു തആല ഇവൻ എന്താക്കിണ്ട് നഹ്നു ഖസംനാ ബൈനഹും മഈശത്തഹും എന്നിട്ട് ഇന്നത് ഓഹരി വെച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് പൊരുത്തമാക്കിയിട്ടില്ല, ഇനെന്താക്കണം, അല്ല തരാത്ത ജനങ്ങൾ തരണം എന്ന് പറഞ്ഞ സ്ഥാനത്തേക്ക്. അല്ലെങ്കിൽ ജനങ്ങളോട് എന്തിനാ പറയുന്നത്? അള്ളാഹിനെ പറ്റി ആക്ഷേപം എന്തിനു പറയുന്നു? കമാ റുവിയ അൻ അബ്ദില്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഉഅല്ലിമുകുമുൽ കലിമാത്തില്ലത്തി തകല്ലമ ബിഹാ മൂസ അലൈഹിസ്സലാം ഹീന ജാവസൽ ബഹറ മഅ ബനി ഇസ്രായീല, ബനു ഇസ്രായേലിനെയും കൂട്ടിയിട്ട് ചെങ്കടൽ കടന്നിട്ട് അക്കരെ പോകാനല്ല വജാവസന ബി ബനി ഇസ്രായീലൽ ബഹറ അമ്മ ഫാത്ബഅഹും ഫിർഔന ബിജുനൂദിഹി, പിന്നീട് ഫിർഔൻ വരുന്നുണ്ട് പിന്നിൽ നിന്ന്, ഇവരെ പോക്കറിഞ്ഞു. അപ്പോൾ പിന്നീട് ഫിർഔനും ആളും തുറന്നു വന്നു. അപ്പം മുമ്പിലാണെങ്കിലോ ഭയങ്കരമായ ചെങ്കടൽ, നൈൽ നദീന്ന് എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് കുപ്പത്തപ്പായെന്നും പറഞ്ഞു തന്നത്. നൈൽ നദി എന്നല്ല ശരിയാണെങ്കിൽ കുപ്പത്തപ്പായി അക്കരാണെന്നൊന്നും അവൻ പറയാല, ചെങ്കടലാണ്. കെ ഉസ്താദ് എപ്പോൾ പറയാടാ, നിങ്ങാരും എന്ന് പറയുമ്പോൾ ചെങ്കടലിനെ പറ്റി നൈൽ നദി എന്ന് പറഞ്ഞൊക്കെയല്ലേ നിങ്ങൾ വെട്ടിത്താടെ ശരിയല്ലേ എന്നത്. ചെങ്കടലാണ്. ഈ ചെങ്കടൽ വിട്ടുകിടക്കുന്ന അവസരത്തിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ? ഏറ്റവും ദുർഘടമായ മേഖലയാണല്ലോ അത്. ഫഖുൽനാ ബലാ യാ റസൂലല്ലാഹ് പറഞ്ഞു. ഖാല ഖൂലൂ അല്ലാഹുമ്മ ലക്കൽ ഹംദു വഇലൈക്കൽ മുസ്തകാ വഅൻതൽ മുസ്തആനു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്നാണ് ആര് പറഞ്ഞത്? മൂസ അലൈഹിസ്സലാം ചെങ്കടൽ കടക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തുണ്ട്, ശത്രുവിൻ്റെയും ചെങ്കടലിൻ്റെയും ഇടയിലെല്ലാം അവർ പെട്ടത്. ഇതേമാതിരി മുമ്പിലും പ്രശ്നം ബേക്കിലും പ്രശ്നം. എന്താക്ക് അല്ലാഹുമ്മ ലക്കൽ ഹംദു വലൈക്കൽ മുസ്തകാ വഅൻതൽ മുസ്തആൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം എന്ന് നിങ്ങൾ പറഞ്ഞോളുക. ഖാലൽ അഅ്മശ് പറയുന്നു ഫമാ തറക്തുഹുന്ന മുൻദു സമിഅതുഹുന്ന മിൻ ശഖീഖി അൽ അസദിൽ കൂഫി, അവരുടെ വക്കൽ നിന്ന് കേട്ടത് മുതൽ, അവർ ഉസ്താദാണ്, കേട്ടത് മുതൽ ഞാൻ ഒരിക്കലും ഒരു ദുആയിലും ഇത് ഒഴിവാക്കിയിട്ടില്ല. അല്ലാഹുമ്മ ലക്കൽ ഹംദു
وإليك المشتكى وأنت المستعان ولا حول ولا قوة إلا بالله وهو അസദി ആരത്തൊട്ടാണ് അൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തൊട്ട് പറഞ്ഞത് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. ഖാലൽ അഅമശു ആമശ് റളിയല്ലാഹു അൻഹു പറയുന്നു അതാനി ആതിം ഫിൽ മനാം ഉറക്കത്തിൽ ഒരാൾ എൻ്റെ അടുക്കിലേക്ക് വന്ന് ഫഖാല യാ സുലൈമാൻ, അതായത് ആമശിൻ്റെ ഒറിജിനൽ പേര് സുലൈമാനെ സിദ് ഫീ ഹാദിഹിൽ കലിമാത്തീൻ, ഈ കലിമാത്ത് കുറച്ചും കൂടെ കൂട്ടണം എന്ന് പറഞ്ഞു. അതാ ചില ദുആയിൽ വാരിദനാക്കണം അയ്യം കാണും ചിലതിൽ. അതാ പറയുന്നത് വനസ്തഈനുക അലാ ഫസാദിൻ ഫീനാ വനസ്അലുക സലാഹ അംരിനാ കുല്ലിഹി എന്നും കൂടി കൂട്ടണമേ. ഈ പറഞ്ഞ ദുആക്ക് പുറമെ എന്താണ് വനസ്തഈനുക അലാ ഫസാദിൻ ഫീനാ വനസ്അലുക സലാഹ അംരിനാ കുല്ലിഹി എന്നും കൂടെ കൂട്ടണം. ഇന്നലെ മോദിയുടെ കിതാബിൽ കണ്ട് അത് തന്നെ 33 സുബ്ഹാനല്ലാഹ് 33 അൽഹംദുലില്ലാഹ് പറയാനല്ലേ പറഞ്ഞു. 3 കൊണ്ട് 34 ആക്കിയിട്ട് 100 തേക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ഒരു സഹാബി ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ മനാമിൽ വന്നിട്ട് പറഞ്ഞല്ലോ അത് 100 ആക്കി 4 കലിമത്ത് കൂട്ടി 100 ആക്കി കൂടെയെന്ന്. അപ്പോൾ എന്താക്കണം 25 ആക്കണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 3 കലിമത്ത് കൊണ്ടല്ലേ 100 തേച്ചത്. 4 കൂട്ടിയിട്ട് 100 തേച്ചൂടെ. അപ്പോൾ എന്താ ഓരോന്ന് 25 ആക്കണം. അങ്ങനെ ആ സഹാബ് എണീച്ചിട്ട് ഞാൻ തങ്ങളോട് സമ്മതം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒന്ന് കണ്ടിട്ടുണ്ട്, അങ്ങനെ ഇനി അങ്ങനെ ആയിപ്പോയി. അപ്പോൾ എന്താക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് 25 എണ്ണണം. അപ്പം 100 കണക്കായല്ല. ഹദ്ദാദിന് അങ്ങനെ ഒരു ഉറൂദാന്നാ പറയപ്പെടുന്നത്. അതിന് പറഞ്ഞൂടെ ഹദ്ദാദിന് കലിമത്തെല്ലാം അങ്ങനെ തന്നെയല്ലേ. എത്ര വലിയ 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 ലോകത്തറിയപ്പെട്ട നേതാവല്ലേ ഇപ്പോൾ സുബ്ഹാനല്ലാഹി. ഓരോ മനാക്കിമിൻ്റെ നമ്മൾ ഇന്നലെ ഓതിയ കിതാബിലുണ്ട്. സാധാരണ പിള്ളത്ത് റബ്ബാനിയില്ലേ ഒരു അക്കാലത്തുള്ള മുജദ്ദിദായിരുന്നു. ഇപ്പം അടുത്ത കാലത്തല്ല, അതൊക്കെ 44 ഒരു ജനനം തന്നെ അറിയിച്ചില്ലേ. അപ്പോൾ 46 കൂട്ടിയാൽ 400 അല്ലേ. എത്ര വയസ്സ് 81. 1133 അതിന് സയ്യിദ് മൗലൻ ബുഖാരി തങ്ങളെ ജനിച്ചെടുത്ത കാലം. മൗലൻ ബുഖാരി തങ്ങൾ എത്ര ജനനം നിങ്ങൾ പാപ്പ? 1144 അത് മൗലൻ ബുഖാരി തങ്ങളെ ജനനം കവരത്തിൽ. 63 വയസ്സ്. 1207 വഫാത്ത്. ഇതെന്താ അതിന് മുമ്പായിട്ട് ആര് വഫാത്തായി? 33. 11 കൊല്ലം മുമ്പ്. ഏതാണ്ട് ജിഫിരി തങ്ങളുടെ കാലം തന്നെ. ജിഫിരി എന്ന കാലത്താണ് വഫാത്ത്. 1222 കോഴിക്കോട്ടെ ജിഫിരി. അവർ അബ്ദുള്ള തങ്ങളെ മനാക്കിൽ ഒരുപാട് നിർത്തിപ്പോയിട്ടുണ്ട്. കൻസുൽ ബറാഹീൻ 2 മുജല്ലദ് കിതാബാണ്. അപ്പോഴാണ് കോഴിക്കോട്ട് കിടക്കുന്ന ജിഫിരി തങ്ങൾ, നമ്മൾ പ്രസിഡന്റ് ജിഫിരി അല്ലേ, കോഴിക്കോട്ട് കിടക്കുന്ന കുറ്റിച്ചിറയിൽ കിടക്കുന്ന ഓരോ മൗലൽ ബുഖാരി തങ്ങളെ ഒരേ കാലത്താണ്. എന്നിട്ട് 15 കൊല്ലം കഴിഞ്ഞാൽ മൂപ്പർ വഫാത്ത്. അക്കാലത്ത് ഇങ്ങനെ കാരണൂരിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഒരുപാട് ആളെ കാണാം. കോഴിക്കോട്ട് ഇറങ്ങിയാൽ നീ ഓറെ കാണാം, വെളിയങ്കോട്ട് ഇറങ്ങിയാൽ മറക്കാതിനെ കാണാം, അപ്പുറം ഇറങ്ങിയ അഹമ്മദ് ബുഖാരി തങ്ങളെ കാണാം. ഇങ്ങനെ പോയിട്ട് കണ്ണുവരുമ്പോൾ 100 ആളെ കണ്ടിട്ട് വരാം. ഇപ്പം കാണും അവിടെ ഓരോ മക്കാബിറുണ്ട്. മക്കാബിറിൽ ഒരു തീരെ ഇല്ലെന്നല്ലല്ലോ. തൽക്കാലം ഒരു പനി കല്ലിൻ്റെ ഹിജാബോട് കൂടി കാണും. അങ്ങനെയില്ലേ? അതാകുമ്പോൾ ഇവർ ചോദിച്ചല്ല ഇതിനെ മദീനത്ത് വന്ന് ദാഹിറിനെ കാണണം, തങ്ങളെ കാണാനാ ഖബറിഞ്ഞോണ്ട്. പിന്നെ ഹിജാബിൻ്റെ ഹലുകാർക്ക് ഖബർ കാണാം. എന്താ മറ്റേ പ്രകാശത്തിൻ്റെ ഹലുകാർക്ക് എന്താക്കാം തങ്ങളെയും കാണാം. മനാമിക്കാണലും സിയാറത്ത് തമ്മിൽ ഏതാ ഫളല്? എന്താ നിങ്ങളെ പറയാ? അത് തെളി പറഞ്ഞേ. അത് ഖുർആനക്കും അപ്പോൾ ഒരാൾ സ്വപ്നം കണ്ടാലോ അത് പൊരിച്ചൊന്നുമില്ല.
നമുക്ക് നെഹ്ജിൽ എനിക്ക് അടുത്ത് ഓതിയത് സിപ്പായിലെ ഓതിയത് അല്ല നെഹ്ജിൽ 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 മന്നജ് സബീൽ. പക്ഷേ സ്വപ്നത്തിൽ വരുന്നത് ഹിജാബിനൊക്കെ കുറഞ്ഞതിന്റെ തെളിവല്ലേ? അത് ആദ്യം കാണാനാ. അതെ എന്നെ വന്നത മസാല. അതായത് അതിന് തെളിവ് പറയുന്നത് ബഹുമാനപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ നിന്ന് ഹിജ്റ പോയി അടുത്തേക്ക് തായിഫിലേക്ക്, പിന്നെ അടയാന്തൽ താമസം. ഇപ്പം അടുത്ത് ഓതിയത് നമ്മൾ സമാപനത്തിൻ്റെ അന്ന് ഓതിയത് നമ്മളെ അല്ല ഷമായിൽ. ഇപ്പം അബ്ദുള്ള സിറാജുദ്ദീൻ തങ്ങളുടെ ഷമായില്ല ഓതി. എന്നിട്ട് എല്ലാ ദിവസവും തങ്ങളെ മനാമിക്കാണും എവിടുന്ന് തായിഫിൽ നിന്ന്. എന്നിട്ട് ഒരു ദിവസം ചോദിച്ചു, ഞാൻ ബിലാലെ എന്താന്ന് ഇത്ര അകൽച്ച വന്നു പോയത്, എന്താ വരാത്തേന്ന് കാണാൻ വരാത്ത. അപ്പം ദിവസം മനാമിക്കാണെന്നൊക്കെ വരണം എന്ന് പറയുമ്പോൾ ഏതാ ഫുലി സിയാറത്തിൽ വരണമെന്നല്ല. അങ്ങനെ സിയാറത്തിന് വന്നപ്പോൾ ഹുസൈൻ റളിയല്ലാഹു ഹസൻ റളിയല്ലാഹുവിനോട് കണ്ടുമുട്ടി. നമ്മളെ ബിലാൽ വന്നിട്ടുണ്ട്, പണ്ടേത്തെ ബാങ്ക് കേൾക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത താല്പര്യം, ഒരു ബാങ്ക് കൊടുക്കണേന്ന് പറഞ്ഞിട്ടുണ്ടാക്കി മെമ്പറിനൊക്കെ ബാങ്ക് കൊടുത്ത് അപ്പുറം പൊട്ടിക്കറിഞ്ഞത്. ആ സംഭവം അടുത്ത് കഴിഞ്ഞതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കിയത് സിയാറത്താണ് മനാമി കാണുന്നതിനേക്കാണ് അപ്പം വരിക. പക്ഷെ അത് കിട്ടാത്താക്ക് പകരം നിൽക്കാന്ന് പറയാം. ഒതുവാ തായമ്മ അപ്പതിൽ ചോദിച്ചാൽ എന്താ പറയല്? പക്ഷെ വെള്ളം കിട്ടാത്താക്ക് എന്താണ് താമല്ല അപ്പത് കാഴ്ച 7 വട്ടമല്ലേ? അത് പറഞ്ഞപ്പോൾ ആ കിതാബൊന്ന് പൂർത്തിയാക്കണേന്നു വെറുതെ തുടങ്ങി വെച്ചിട്ട് മൂലക്കെ തങ്ങളെ കാണുക നബിയെ അറിയുക എന്ന് പറഞ്ഞിട്ട് കിതാബ് ഒരു ബുക്ക് ഇതിലേക്ക്. അതിന് ശേഷം 7 തരത്തിലാന്ന് പറഞ്ഞിട്ട് അതിനുള്ള കുറേ വഴികളെല്ലാം നോക്ക്. വമൻ അസ്ബഹ ലി ഉമൂരി ദുനിയ ഹസീനൻ ഫഖദ് അസ്ബഹ സാഖിതൻ അലല്ലാഹി തആല. ദുന്യാവിൻ്റെ വിഷയത്തിൽ ദുഃഖിതനായിട്ടാണ് കഴിഞ്ഞുകൂടുന്നത്. ദുന്യാവില്ല. എന്നാൽ അല്ലാഹു തആല ദുന്യാവിൽ കൊടുക്കാൻ കണക്കാക്കിയത് കുറച്ചിട്ടല്ലോ. കുറച്ചെന്തിനാന്ന് അള്ള ബഖീലായതുകൊണ്ടാണ്. എല്ലാം അള്ളാഹു തആലക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനാടെ ബാക്കി വെക്കൂലെന്നാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ കിസ്മത്തുണ്ടല്ലോ, ആ അംശയിക്കൽ, ആ ഡിവിഷൻ, അതിൽ എനിക്ക് മനക്ക് തൃപ്തിയില്ലാത്തവനാണ്. എന്നുവെച്ചാൽ വൽ മാന മൻ ഹസിന അലാ ഉമൂരി ദുനിയ ഫഖദ് ഗളിബ അലല്ലാഹി തആല. അള്ളാഹുവിനോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ലിഅന്നഹു ലം യർള ബിഖളാഇല്ലാഹി തആല. അല്ലാഹു സുബ്ഹാനഹു വ തആല അംശയിച്ചു കൊടുത്ത ആ ഖളാ കൊണ്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. വലം യസ്ബിർ അലാ ബലാഇഹി. ദുനിയാവിൽ വെച്ച് വരുന്ന ബലായിൻ്റെ മേൽ സബൂറും ചെയ്തിട്ടില്ല. വലം യുമിൻ ബിഖദ്രിഹി. അല്ലാഹുവിൻ്റെ ഖദർ കൊണ്ട് വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ട് ലിഅന്ന കുല്ലമാ വഖഅ ഫിദ് ദുനിയ ഫഹുവ ബിഖളാഇല്ലാഹി തആല വ ഖദ്രിഹി. ദുനിയാവിൽ സംഭവിക്കുന്ന എല്ലാം അള്ളാഹുവിൻ്റെ ഖളാവും ഖദർ കൊണ്ട് മാത്രമാണ്. ഖളാവും ഖദറും തമ്മിലെ വ്യത്യാസം നമ്മൾ ഹിക്മത്തിലെന്ന് പറയും. ആദ്യമേ ആക്കി വെച്ച ആ കുല്ലിയാണ് ഖളാ, അത് അസലിയാണ്. അതിൻ്റെ ഓരോ അവസരത്തിൽ ഡേറ്റ് ഒപ്പിച്ച ടൈം അനുസരിച്ച് എന്താക്കും, ഓരോന്ന് പുലർന്നു വരിക എന്നുള്ളത് അതിൻ്റെ ഖദറാണ്. ഹിക്മത്തിൽ പറഞ്ഞല്ലോ, ഒമാമിൻ നഫസിൻ തുബ്ദീഹി വലാ തബ്തദീഹി എന്നുണ്ട്. ആരെ അബ്ദുല്ലാ തങ്ങളെ ഹിക്മത്തിൽ അതിനെ ഉദ്ധരിച്ചിട്ട് വലാ തബ്തദീഹി, അത് നീ തുടങ്ങുന്നതല്ല. പക്ഷെ ഷാരിഹ് കൂട്ടി കൊടുത്തിട്ടുണ്ട്. അത് അല്ലാഹു തആല വെളിപ്പെടുത്തുന്നതാണ്, നീ തുടങ്ങുന്നതല്ല. മാമിൻ നഫസിൻ തുബ്ദി ഇല്ലാ വലഹു ഫീഹി ഫിക ഖദറുൻ യുംലി. എന്തെങ്കിലും ഒരു ഖളാ ആ ഒരു സെക്കൻഡ് സമയം കൊണ്ട് അല്ലാഹു തആല നടപ്പിൽ വരുത്തുന്നുണ്ടെന്ന്. അപ്പം നമ്മൾ 3 അടങ്ങുന്നതാണ്. ഇവിടെ 3 പറഞ്ഞില്ലേ? മറന്നുപോയാ? ഒന്ന്, അള്ളാഹുവിനെ പറ്റി ജീവിതത്തിൽ പരാതി ജനങ്ങളോട് പറയില്ലേ. രണ്ടാമത് ദുന്യാവിൻ്റെ വിഷയത്തിൽ ഹസീൻ, ദുഃഖിതനാവ്. ഇനി വമൻ തവാളഅ ലിഗനിയ്യിൻ ലിഗിനാഹു. ഒരു പണക്കാരന് വേണ്ടിയിട്ട് അവൻ്റെ പണം എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്താക്കി തവാളു ചെയ്ത ഫഖദ് ദഹബ സുൽസാ ദീനിഹി ലിഅന്ന ശരീഅത അൻ യകൂന തഅലീമുൻ നാസി ലാ എന്ന ലി അജ്ലി സലാഹിഹി. ജനങ്ങളെ താലീമാക്കണം എന്ന ഷറയിൽ അവൻ്റെ സലാഹിന് വേണ്ടി എന്താക്കണം, താലീമാക്കണം. സലാഹ് എന്തൊക്കെ ഉണ്ടായാൽ
ഒന്ന് അഹ്ലു ബൈത്തിൽ പെടുക, അതുപോലെ സഹാബിയാവുക, ആലിമാവുക. അതുപോലെ ആലിമാവുക, ഇൽമുകൊണ്ട് അമൽ ചെയ്യുന്ന ആലിമായി, അതുപോലെ തന്നെ വലിയ ധർമ്മിഷ്ഠനായി, ഇങ്ങനെ സലാഹിന് വേണ്ടി എന്താക്കണം, താലീമാക്കണം. എന്നല്ലാണ്ട് വലിയ അജലി ഇൽമിഹി, അതാ ഇൽമിന് വേണ്ടിയിട്ട്, ദൂന താലീമലി അജലി മാലിഹി, മുതലിന് വേണ്ടിയിട്ട് അല്ല. ഫൈന്ന മൻ അക്രമൽ മാല, അപ്പം മുതലിനൊരാൾ ആദരിച്ചാൽ അഹാനൽ ഇൽമ വസ്സലാഹ, ഇൽമിനെയും സലാഹിനെയും നിസ്സാരമാക്കി കണ്ടില്ലേ. قال سيدي عبد القادر الجيلاني قدس الله سره ورضي الله عنه وارضاه عنه لا بد لكل مؤمن في سائر أحواله من ثلاثة أشياء. മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും ഒരു മുഅ്മിനിന് അനിവാര്യമായ 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, അംറുൻ യംതസിലുഹു, അല്ലാഹു തആലാൻ്റെയോ റസൂലിൻ്റെ ഒരു കൽപ്പന ഉണ്ടാകും ഏതവസരത്തിലും. അതെന്താകണം, അതാണ് നടപ്പിൽ വരുത്തുക. യംതസിലുഹു ഇംതിസാലി. വ നഹിയുൻ യജ്തനിബുഹു, അല്ലെങ്കിൽ വിരോധിച്ചൊരു കാര്യമുണ്ടാകും, അത് കൈവിടുക. രണ്ടായില്ലേ. വ ഖദറുൻ ജർലാബിഹി, അള്ളാഹുവിൻ്റെ ഒരു ഖദറും എന്നുണ്ടാക്കും, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മാമിൻ നഫസിൻ തുംദീഹി ഇല്ലാ വലഹു ഫീക എന്നാൽ ഖദറുൻ യുംലീഹി, അള്ളാഹുവിൻ്റെ ഒരു ഖദർ ഇങ്ങനെ വരും, ജർലാബി, അതുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊള്ളുക. അതുകൊണ്ട് ഫഅഖല്ലു ഹാലാത്തിൽ മുഅ്മിനി ലാ യഖ്ലു ഫീഹാ മിൻ അഹദി ഹാദിഹിൽ അശ്യാഇ സലാസ, ഒരു മുഅ്മിനിൻ്റെ ഹാലാത്തിൽ നിന്ന് ഈ ചുരുങ്ങിയത് ഈ 3 പോകാൻ കഴിഞ്ഞുകൂടാത്ത ഒരു അവസരം ഉണ്ടാവില്ല. അതുകൊണ്ട് ഫയംബഗി ലഹു അൻ യൽസിമ ഹമ്മഹാ ഖൽബഹു, ഈ 3 കാര്യത്തിൻ്റെ ചിന്ത അവൻ്റെ മനസ്സിനെ എപ്പോഴും ലാസിമാക്കൽ അനിവാര്യമാകുന്നു. എന്തെല്ലാം കാര്യം പറഞ്ഞേ? ഒന്നിക്ക് അംറുൻ യംതസിലുഹു, പിന്നെ വ നഹിയുൻ യജ്തനിബുഹു, വ ഖദറുൻ യർലാ ബിഹി. എന്നിട്ടോ വയുഹദ്ദിസു ബിഹാ നഫ്സഹു, എപ്പോഴും അവൻ്റെ നഫ്സിൻ ഹദീസുൻ നഫ്സ് എന്നുണ്ടല്ലോ, ഈ 3 ആയിരിക്കണം. വയഖുദുൽ ജവാരിഹ ബിഹാ ഫീ സായിരി അഹ്വാലി, അങ്ങനെ അവൻ്റെ അംഗങ്ങളെ അതുകൊണ്ട് പിടികൂടണം. കൽബിൽ വന്ന ഈ ഹമ്മുണ്ടല്ലോ, ഇതെല്ലാം അംറുൻ യംതസിലുഹു, പിന്നെ വ നഹിയുൻ യജ്തനിബുഹു, വ ഖദറുൻ യർലാ ബിഹി, ഇതുകൊണ്ട് എന്താക്കണം, അവൻ്റെ അംഗങ്ങളെ പിടികൂടിക്കൊള്ളുക. ഇത് 3 എപ്പോഴും ഉണ്ടാവില്ല, എപ്പോഴുണ്ടോ? ഏതൊരവസരത്തിൽ ഒഴിഞ്ഞ സമയം എന്നാണ് സാധനം ഉണ്ടാവില്ല. ഇനി ഇതിന് 3 കാര്യമുള്ളതിലെ രണ്ടാമത്തെ ഹദീസ്, വഅൻ അബീ ബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മുമ്പ് പറഞ്ഞല്ലോ എന്താണ്, ഖുലഫാ റാഷിദീങ്ങളെ വന്ന അവരുടെ കാര്യം ആദ്യം മുന്തിക്കും. എന്താ, അൻ അബീ ബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാസുൻ ലാ തുദ്റകു ബിസലാസിൻ, 3 കാര്യം ഉണ്ടായാൽ 3 കാര്യം കിട്ടൂല. എന്താ? അൽ ഗിനാ ബിൽ മുന, പണക്കാരനാകണം എന്ന് വെച്ചിട്ട് ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മാത്രം പണക്കാരനാവില്ല. എനിക്ക് പണക്കാരനാകണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടോ മാത്രം ആവില്ല, ആവില്ല. അതുപോലെ തന്നെ ഞാൻ ആലിമാകണം എന്ന് ആഗ്രഹിച്ചത് കൊണ്ട് ആലിമാവില്ല. ആഗ്രഹം നടപ്പിൽ വരണ്ടേ. മുന എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രവർത്തനമില്ലാത്ത വെറും വ്യാമോഹം. വ്യാന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലാത്തതെന്നല്ലേ. വ്യാജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇല്ലാത്തത് ജനിച്ചതെന്നല്ലേ. ഇല്ലാത്തൊരു കാര്യം ജനിച്ചു എന്നാ വ്യാജം. ചായം പൂശത് കൊണ്ട് എന്താ, നരച്ച മുടിയും താടിയിൽ എന്താക്കി ചായം പൂശിട്ട് വലക്കാനേക്കാന്ന് വിചാരിച്ച് നടക്കും. ഉള്ള വയസ്സായിട്ടുണ്ടല്ലോ. 3 വസിഹത്ത്, കുറേ മരുന്ന് കുടിച്ചത് കൊണ്ട് ആരോഗ്യവാനും ആകൂല. ഉള്ള മരുന്നെല്ലാം വാങ്ങി കുടിക്കുക, എന്നിട്ട് ആരോഗ്യവാനാകാൻ അതാവൂല. ശ്രദ്ധിക്കുന്നതെല്ലാം ഹിക്മത്തുള്ള വാക്കാണ്. സലാത്തു ഹിസാനിൻ ലാ തുത്ലബു ബി സലാസത്തി അശിയാ, 3 കാര്യം കിട്ടാൻ വേണ്ടി 3 കാര്യം കൊണ്ട് തേടിയിട്ട് കാര്യമില്ല. എന്താണ്? അൽ ഗിനാ ബിൽ മുന, മുന എന്ന് പറഞ്ഞാൽ ബിൽ അമ്മിൽ മീമി ജംഉ മുന്നത്ത്, അല്ല ഫലാ യഹസുലുൽ ഗിനാ ബിൽ അമാനി, വ്യാമോഹിച്ചത് കൊണ്ട് എന്താവൂല, ഗനിയാകൂല. ബൽ ബിൽ ഖിസ്മത്തി മിനല്ലാഹി, അള്ളാഹിൻ്റെ വക്കന്ന് കിട്ടേണ്ടത് തന്നെ കിട്ടണം. ഇങ്ങനെ 40 കൊല്ലം 50 കൊല്ലം ഗൾഫ് ജീവിച്ചിട്ട് പണ്ടത്തെ പണിതിന് എടുക്കുന്നുണ്ട്, ഇപ്പം കടം ബാക്കി, ജീവിതം കൂട്ടിമുട്ടിക്കഴിയുന്നില്ല, വട്ടപൂജ എന്ന് പറഞ്ഞ ഇങ്ങോട്ടാണില്ലേ. പക്ഷെ അള്ളാഹു കൊടുക്കലാണ്, അതിന് വേണ്ടുന്ന പണി കിട്ടാൻ ശരിയായി.
والشباب بالخضاب എന്നുവെച്ചാൽ فلا يحصل الشباب بخضاب الشعر بالحناء ونحوه ഡൈ ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് മൊയിലാഞ്ചി ഇതെല്ലാം ഇട്ടിട്ട് അവൻ്റെ നരച്ച മുടിയെല്ലാം കറുപ്പിച്ചത് കൊണ്ട് ആരായിട്ടില്ല, ബാലക്കാരനായിട്ടില്ല എന്ന്. ഫലാ തഹസുലു സിഹ്ഹത്തു ബിനഫ്സിൽ അദ്വിയത്തി, കുറേ മരുന്ന് വാങ്ങി കുടിച്ചത് കൊണ്ട് എന്താവില്ല, രോഗം മാറിക്കൊള്ളുന്നില്ല. വൽ ബി ശിഫാഇല്ലാഹി സുബ്ഹാനഹു തആല, അല്ലാഹു തആല ശിഫ കൊടുക്കണം തന്നെ കിട്ടുള്ളൂ. മറ്റേ കിതാബിൽ ഓതിയിന് 3 കാര്യം ഒത്തുകൂടണം. ഒന്ന് അള്ളാഹുവിൻ്റെ ആനുകൂല്യം വരണം, അവൻ്റെ ഇറാദത്വം എന്നോടൊക്കെ ഉണ്ട്. മറ്റൊന്ന് അതിന് വെച്ച സമയം പുലരണം. സമയാകുന്നതിന് മുമ്പ് ഇപ്പം കായാട് ചുട്ടി വെച്ചിട്ട് സമയാകുന്നതിന് മുമ്പ് തിന്നാൻ കഴിയില്ലല്ലോ. അതിന് ടൈമാകുമ്പോൾ തിന്നാൻ കഴിയും നിങ്ങളെ. അതുപോലെ തന്നെ അതിന് അസ്ബാബുകൾ അള്ളാഹു തആല വെച്ചെങ്കിൽ അതിൻ്റെ അസ്ബാബ് നീ പ്രവർത്തിക്കുകയും വേണം. അതിന് അസ്ബാബില്ലാതെ എത്തിമാദില്ലാതെ അള്ളാഹിൻ്റെ മേലെ എത്തിമാതി ചെയ്യും. സാധാരണ കിതാബിൻ്റെ നല്ല ഹിക്മത്ത് തുടങ്ങിയ കിതാബ് മജാലിസുൽ ഹദ്ദാദ്. അത് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ 40 കൊല്ലത്തോളം ഒന്നിച്ച് നടന്ന ഒരാൾ മുപ്പറ വാക്കോടി എല്ലാം റിക്കണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ഏതാനും കാര്യങ്ങൾ അതിൽ പറയുന്നുള്ളൂ. അതിൽ നമ്മളെ അള്ളാഹുവിൻ്റെ കലാമിനെ പറ്റി ചർച്ചയുണ്ട്. പണ്ട് ഞമ്മ ജൗഹറത്ത് ഓതുമ്പോൾ ചർച്ച ചെയ്തില്ലേ, അതും ബിഐനിഹി അങ്ങനെ തന്നെ ഉണ്ട്. അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഹർഫും സൗത്തും ഇല്ല എന്ന് പറഞ്ഞത് അടുത്തേക്ക് നോക്കിയിട്ട് താത്തിൽ നിൽക്കുന്ന മർത്തബയിലേക്ക് നോക്കിയിട്ട് ഒരു സിഫത്താണ്. ആ സിഫത്ത് ഉള്ളത് കൊണ്ടാണ് എന്താക്കുന്നത് വ്യാഖ്യാനം വരുന്നത്. ആ വ്യാഖ്യാനത്തിന് പല മലാഹിറുകളുമുണ്ട്. അതെന്താക്കും, വായു വഴിയാൽ വരും, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുടെ ഭാഷയിൽ കൂടിയാവാം, ഇൽഹാമിൽ കൂടിയാവാം, ഇതിങ്ങനെ പറഞ്ഞിട്ട്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ 3 കാര്യം വേണം. ഹുസ്നുൽ തവദ്ദുദി ഇലന്നാസി നിസ്ഫുൽ അഖൽ വഹുസ്നുൽ സുആലി നിസ്ഫുൽ ഇൽം വഹുസ്നുൽ തദ്ബീർ നിസ്ഫുൽ മഈഷ. 3 കാര്യമല്ല. ഒന്ന്, ജനങ്ങളോട് നല്ല സ്നേഹത്തോടു കൂടി ഇടപെടൽ, അത് ബുദ്ധിയുടെ പകുതിയാണെന്നാണ്. ജനങ്ങളോട് എപ്പോൾ കയർത്തും എപ്പോൾ സംസാരിച്ച് ഒച്ചപ്പാടാക്കി ചീത്ത പറഞ്ഞു കഴിഞ്ഞുകൂടിയാൽ ജനങ്ങളുമായിട്ട് അകലാന്നല്ലാതെ എനിക്ക് ഈ ഒരു ഒത്തരം മുട്ടില്ലല്ലോ. അപ്പോൾ ഹുസ്നു തവദ്ദുദ് എന്ന് പറഞ്ഞാൽ സ്നേഹപ്രകടനം, അത് നല്ല നിലക്ക് പ്രകടിപ്പിക്കൽ എന്നുള്ളത് നിസ്ഫുൽ അഖൽ, ബുദ്ധിയുടെ പകുതിയാണ്. അയാൾ ഒരു അരബുദ്ധിക്കാനായിട്ടുണ്ടെന്ന് പറയാം. വഹുസ്നു സുആൽ, അതുപോലെ കണ്ടവരോടെല്ലാം ചോദിച്ചറിയാം, ഓരോ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ നിസ്ഫുൽ ഇൽമിൻ്റെ പകുതി കിട്ടി. വഹുസ്നു തദ്ബീർ, എന്ത് കാര്യം ഒരു തദ്ബീർ, അതായത് പ്ലാനും പദ്ധതിയും എന്നുണ്ട്. സമയവും വേസ്റ്റ് ആവില്ല, പണം വേസ്റ്റ് ആവില്ല, അധ്വാനം വേസ്റ്റ് ആവില്ല. ഇന്നത് മാറ്റി അതിന് കൃത്യം ഒരു തദ്ബീറാക്കി. തദ്ബീറല്ലാണ്ട് അതും ഭാര്യ ഇതും ഭാര്യ അതും ഭാര്യ അതാക്കണം വെച്ചിട്ട് എന്താ തലബുൽ കുല്ലി ഫത്തുൽ കുല്ലിയായി മാറും. ഇതാ തദ്ബീർ. അരിഹി നഫ്സക്കാനി തദ്ബീർ, ആ തദ്ബീറല്ല ഇത്. അതാ കമാ റവ ഇബ്നു ഹിബ്ബാൻ വത്തബറാനി വൽ ബൈഹഖി അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മുദാറാത്തുൻ നാസി സദഖാത്ത്. ജനങ്ങളോടുള്ള മുദാറാത്ത്, മുദാഹനത്ത് വേറുണ്ട്, മുദാറാത്ത് വേറുണ്ട്. സൂറത്തിൽ കണ്ടാൽ ഒരുപോലെ തോന്നുന്ന കുറേ കാര്യമുണ്ടെന്നാണ്. കണ്ടാൽ സൂറത്തിൽ ഒരുപോലെ തോന്നും, പക്ഷേ രണ്ടും രണ്ടാണ്. അതിൽപ്പെട്ടാണ് മുദാഹനത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി മറ്റാളെ കുടുക്കിലാക്കാൻ വേണ്ടി എന്താകും മുദാഹനത്ത്. സോപ്പിടൽ എന്ന് പറയില്ലേ. എന്നിട്ടെന്താക്കി മറ്റവനെ ചൂഷണം ചെയ്ത് ഇവൻ്റെ കാര്യം കൈമിലാക്കി. ഇത് വെറുക്കപ്പെട്ടതാണ്. മറ്റേതോ പ്രശ്നങ്ങളും മറ്റേ കൊണ്ടാൻ വേണ്ടി ഒന്നുമില്ല, അതെല്ലാം നല്ല നിലയ്ക്ക് നീങ്ങാൻ വേണ്ടി എന്താക്കണം, ചിലപ്പോൾ കലമ്പുന്ന ആളോട് എന്താക്കണം, നല്ല ചിരിച്ചിട്ട് നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അവനെ സമാധാനിപ്പിക്കൽ, ആ കൂട്ടത്തിൽ അന്ന് മുദാറാത്തുണ്ടായിരുന്നു. അത് മുലാത്തഫത്തുൻ നാസ് ബിൽ ഖൗലി വൽ ഫിഅലി, കൗല് കൊണ്ടാവട്ടെ ഫിഅലു കൊണ്ടാവട്ടെ ജനങ്ങളോട് ലുത്ഫോടുകൂടി പെരുമാറുക എന്നുള്ളത്. സദക്ക എന്ന് പറഞ്ഞാൽ എന്താ, യുസാബു അലിഹ സവാബു സദക്ക, സദക്ക ചെയ്താലുണ്ടാകുന്ന കൂലി അതിൽ കൂടി കിട്ടും. സദക്ക വിശാലമായ സദക്കൽ ബാബാണല്ലോ. വക്കാനമി മുദാറാത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ മുദാറാത്ത് ചെയ്യാറുണ്ട്. അമ്മ ഷമായിലുദ്ദീനി അന്നഹു ലാ യദമ്മു തആമൻ, ഒരു ഭക്ഷണത്തിൽ തങ്ങൾ ആക്ഷേപിക്കില്ല. ഉപ്പില്ലെങ്കിൽ ഉപ്പില്ല എന്ന് ആക്ഷേപിക്കില്ല. എന്താണ്
കാറിപ്പോയ നെയ്യ് ഒഴിച്ചിട്ട് ഭക്ഷണം കൊടുത്തു നമ്മൾ ഈ പെടുത്തല്ലോ ദീന്. മറ്റുള്ള ആളെ നെയ്യ് കാറിപ്പോയി തങ്ങളെ കാറിപ്പോയി എന്നുണ്ടെന്ന് നോക്കൂല, നല്ല ആദരവോടെ സ്വീകരിക്കും. വലായൻഹുൻ ഖാദിമൻ, ഖാദിമിനെ ആട്ടി ഓടിക്കലൊന്നുമില്ല, ഗൗരവമായിട്ട് പറഞ്ഞിട്ട്. വലായറിബിമ്രാത്തൻ, ഒരു പെണ്ണുങ്ങളെ തല്ലൂല. അതുകൊണ്ട് ആണുങ്ങളെ തല്ലൂന്ന് അർത്ഥത്തിനല്ല, സാധാരണ തല്ല് കൊള്ളല് പെണ്ണുങ്ങാന്നല്ലോ അന്നലൊക്കെ പറഞ്ഞത്. ഭാര്യമാരാ ഇമ്രാത്തുകൊണ്ടോട് ഉദ്ദേശിക്കുന്ന ഭാര്യമാരല്ല. അതുകൊണ്ട് അജനബീനെ തല്ലുന്ന ആവശ്യം പറ്റില്ലല്ലോ. വൽ മുദാറാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഹിയ തർക്കുദ്ദുന്യാലി അജലി ദീനി, ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദുന്യാവിനെ വേണ്ടതൊക്കെ. ആക്സുൽ മുദാഹന, ഇതിൻ്റെ ഓപ്പോസിറ്റാണ് മുദാഹനത്ത്. ഇത് ആക്ഷേപാർഹമാണ്. ഇനി ഹുസ്നു സുആൽ എന്ന് പറഞ്ഞാൽ ലിൽ ഉലമ, ഏതൊരു വിഷയത്തെക്കുറിച്ചും അതിൻ്റെ അറിവാളന്മാരോട് ചോദിച്ച് പഠിക്കുക എന്നുള്ളത് നിസ്ഫുൽ ഇൽമിൻ്റെ നിസ്ബാണ്. അതുകൊണ്ട് ലി അന്നൽ ഇൽമ യഹ്സുലു ബിഹി, ഇൽമ കിട്ടാനുള്ള ഒരു മാർഗമാണല്ലോ ഇത്, ചോദിച്ചറിയാം. എല്ലാം ആലോചിച്ചാൽ തന്നെ കിട്ടിക്കൊള്ളുന്നില്ലല്ലോ. വഹ്സുനു തദ്ബീർ ഇജ്റാഉൽ ഉമൂരി അലാ അൽ ഇൽമിൽ അവാഖിബ്, എന്ത് ചെയ്താൽ എന്ത് സംഭവിക്കും, അതിൻ്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ അനന്തരഫലം എന്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് എന്താക്കണം, സംഗതി കൈകാര്യം ചെയ്യണം. അതാണ് ഹുസ്നുൽ തദ്ബീർ, ചുരുക്കത്തിൽ പ്ലാൻഡ് പദ്ധതി. അത് നിസ്ബുൽ മഈഷ, മഈഷത്തിൻ്റെ പകുതിയാണ്. എന്താ മഈഷത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിക്കാൻ ആവശ്യമായ ഒരു ഉപാധി. മക്സബുൽ ഇൻസാനി അല്ലദി യഈഷു ബിസബബി, ആ സബബ് ഉപയോഗിച്ചാണ് മനുഷ്യൻ ജീവിക്കാറുള്ളത്. അതെന്ന് പറയില്ലേ മഈഷത്ത്. അത് നന്നാകണമെങ്കിൽ എന്ത് വേണം? നല്ല തദ്ബീർ വേണം. വരുമ്പോലെ വെറ്റേന്നിട്ട് ഇറങ്ങിക്കിച്ചാൽ കുറേ പൈസ നഷ്ടം വരും, സമയം നഷ്ടപ്പെടും, അധ്വാനം വെറുതെ പോകും, എല്ലാത്തിനും ഉണ്ടല്ല. അപ്പോൾ ആരല്ലായി? അബൂബക്കർ സിദ്ദീഖ് തങ്ങളായി, ഉമർ റളിയല്ലാഹു അൻഹുവായി. വാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞെന്താണ്? മൻ തറക ദുനിയാ അഹബ്ബഹുല്ലാഹ്, ഒരാൾ ദുന്യാവിനെ ഉപേക്ഷിച്ചാൽ അള്ളാഹു അവന് ഇഷ്ടപ്പെടും എന്നാണ്. അപ്പം ദുന്യാവ് കൊണ്ട് അള്ളാഹ് എന്താ കാര്യം ഉണ്ടായിട്ടാ? അള്ളാഹ് വെറുത്തത് കൊണ്ടാണ്. അപ്പം ദുന്യാവിനെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിഅൻ അകല്ല ശിബഅ വൽ അക്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബാബിൻ്റെ തുടക്കത്തിൽ തന്നെ, തീറ്റയും കുടിയും കുറച്ച് കുറക്കുക, തിന്നണ്ട എന്നല്ല കുറക്കുക. അതുപോലെ ജനങ്ങളെല്ലാവരും ഇത് പുകഴ്ത്താൻ വേണ്ടി കാത്തിരിക്കുകയും വേണ്ട. ഇനി വമൻ തറക്ക ദുനൂബ, ദുനൂബുകൾ ഒഴിവാക്കിയാൽ അഹബ്ബഹുൽ മലായിക്ക, മലായിക്കത്തിന് വലിയ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് മലായിക്കത്ത് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ എന്ന് ഉറപ്പിച്ച് പറഞ്ഞില്ലേ? അല്ലാഹു തആല പറഞ്ഞതുപോലെ അനുസരിക്കുന്നവരാണ്, ഒരു മുഖാലഫത്തും ഉണ്ടാകില്ല, എപ്പോഴും തസ്ബീഹാണ്. അപ്പം അവരുടെ സ്വഭാവത്തിനോട് ഇവൻ ഒത്തല്ല, മലായിക്കത്ത് ഇവൻ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ലിഅന്നഹു ലാ യുതഇബുൽ കതബത്തല്ലദീന യക്തുബൂന സയ്യിആത്ത്, സയ്യിആത്ത് എഴുതാൻ വേണ്ടിയിട്ട് മലായിക്കത്തിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് പണിയില്ലുണ്ട്. ഇവൻ്റെയൊക്കെ കൂടിയാൽ നമുക്ക് പണിയില്ല. അതുകൊണ്ട് വല്ലാത്ത ഇഷ്ടമാണ്. വമൻ ഹസമത് തൊമഅ അനിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ തൊട്ടിട്ട് ഇവൻ്റെ ആഗ്രഹം എന്താക്കി മുറിച്ചു. എന്ന് വെച്ചാലോ, മുസ്ലിമീങ്ങൾ ഇന്നത് ചെയ്ത് തരണം, ഇന്നത് ചെയ്ത് തരണം, എനിക്ക് എന്താക്കണം, ഒരിടത്ത് തരണം, എനിക്ക് അത് തരണം, ഇത് തരണം. മുസ്ലിമീങ്ങളൊരു ബാധ്യസ്ഥന്മാരായി മാറുക. അധികം പള്ളിക്കുന്ന വചകന്മാർക്ക് ഉണ്ടാകില്ലേ, മക്കളെ വായിക്കൽ മുതൽ പരെടുക്കൽ മുതൽ എല്ലാം ചെയ്യേണ്ടത് മഹല്ല ജമാഅത്ത്. അങ്ങനത്തെ തമാഴ് വേണ്ട. എന്നാൽ അഹബ്ബുൽ മുസ്ലിമോ, മുസ്ലിമീങ്ങൾ വലിയ നല്ല ഖതീബ്. ഇപ്പം നമ്മുടെ പള്ളിയിൽ നിന്ന് ഇപ്പോൾ അയാൾക്ക് പൈസ പിരിവില്ല, ഒന്നും വാങ്ങലുമില്ല. പക്ഷെ അത് ഓർക്ക് ലാഭം കിട്ടാൻ വേണ്ടി പറയുന്നേ ഉണ്ടാവുക. നാട്ടിലെ സേവനം ചെയ്യേണ്ടത് എന്നൊക്കെ പറയും. അവനെന്താന്ന് താമസ സൗകര്യവും ഭക്ഷണം കൊടുക്കാണ്ട് കഴിഞ്ഞില്ലെങ്കിൽ കമ്മിറ്റിയിൽ നിന്ന് അതിന് പൈസ കൊടുക്കുന്നുണ്ടാ? ആമ്പളകാരിക്കും പറയുന്നത്. അവരോട് എപ്പോഴും കാശിലേച്ചോടി ഇന്നലെ എന്താകും, ഓർക്ക് എപ്പോഴും പിരിപിടിക്കാൻ വേണ്ടി മേക്കുമെന്ന് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അത്തമേ വേണ്ടെന്ന് വെച്ചത്. വഅൻ അലിയൻ റളിയല്ലാഹു അൻഹു കറമല്ലാഹു വജ്ഹഹു, അപ്പോൾ 4 സഹാബികളില്ലേ. ഇന്ന മിൻ നഈമി ദുനിയാ യക്ഫീകൽ ഇസ്ലാമു നിഅമ, ദുന്യാവിൻ്റെ വലിയൊരു നിയമത്ത് എനിക്ക് കിട്ടണോ, എന്നാൽ ഇസ്ലാം മാത്രം മതി നിയമത്തായിട്ട്. അതിൻ്റെ താഴെയാണ് ഏതുള്ളത്, ബാക്കി എല്ലാ നിയമത്തും ഉണ്ട്.
എല്ലാ നിയമത്തും കൊട്ടി ഇസ്ലാം ആയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ പറ്റുക? ഈ പാമ്പിനെ തള്ളി ആരാധിക്കുന്നവനായിരിക്കില്ലേ? അന്ധവിശ്വാസങ്ങളിലുണ്ടായില്ലേ? വൈന്നമിന ശുഗലി യക്കഫീകനി പണിയൊന്നുമില്ലേ? ഉണ്ട്. യക്കഫീക ത്വാത്ത് ശുഗൽ, എന്തെങ്കിലും താഴത്ത് പണിയേറ്റെടുത്തോ. ഇന്ന സമയം മുതൽ എത്ര 10 മണിക്ക് ഓഫീസ് തുറക്കുന്നുണ്ട്, 10 മണിക്ക് എന്താക്കുക, ഖുർആൻ തുറക്കാന്ന് വെച്ചാൽ അല്ല ഇത്ര ദിക്റെല്ലാം തീരുമാനിച്ചോ. അപ്പോൾ എന്തെങ്കിലും ഒരു താഴത്ത് ശുഗലാക്കി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇന്ന് പണിയില്ല എന്ന് പറഞ്ഞ ആ ബാബു തീർന്നല്ല. വൈന്നമിനൽ ഇബ്റത്തി യക്ഫീകൽ മൗതു, തന്നെ പാഠം ഉൾക്കൊള്ളണം, സംഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ മൗത്ത് മതി ഇബ്റത്തായിട്ട്. ഇതാ ഇത്ര സമയം നമ്മളെ കൂടെ നിൽക്കിച്ച ആള്, രാവിലെ കത്തിളക്കാനുണ്ടായ ആൾ ഉച്ചക്കണ്ട് നിസ്കരിക്കുന്നതിന് മുമ്പിൽ കടത്തിയിട്ട് ഞങ്ങൾ വേദനപ്പള്ളി കണ്ടൊരു അനുഭവം പറഞ്ഞത്. അയാൾ രാവിലെ നമ്മളിവിടെ ചായയും കുടിച്ച് ഇവിടെ നിന്ന് തിരിഞ്ഞു പോയ ആളാണ്. പണിക്ക് പോയിന് ക്ഷീണം വന്നിട്ട് കടന്നു പെട്ടെന്ന് വിരിച്ചിന് ദുഹറാകുമ്പോഴേക്ക് ഇതേ പള്ളിയിലേക്ക് മുമ്പിലെത്തി. മൂപ്പറുണ്ട് അതിന് പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. അയാളെന്നൊരു സാധനം ഇല്ലാണ്ടായില്ലേ? മൗത്ത് ഇബ്റത്തായിട്ട് മതി. ഒരടിമക്ക് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്താണ്? ഇഖ്റാജുഹു മിനൽ അദ്മി, ഇല്ലായ്മയിൽ നിന്ന് ഇവൻ ഉണ്ടാക്കി, ഇല്ലാത്തൊരവസ്ഥയിൽ ഉണ്ടാക്കി. എന്നിട്ട് വേണ്ടേ ഈ നിയമത്തെല്ലാം ആസ്വദിക്കാൻ. ആസ്വദിക്കേണ്ട ഒരു വ്യക്തി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നിയമത്ത് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. ഇല്ലായ്മയിൽ നിന്ന് ഇവനെന്താക്കി വുജൂദിലേക്ക് കൊണ്ടുവന്നു. വുജൂദിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇഖ്റാജുഹു മിൻ ളുലുമാത്തിൽ കുഫ്രി ഇലാ നൂറിൽ ഇസ്ലാം, കുഫ്രിയത്തിൻ്റെ ളുലുമാത്തിൽ നിന്ന് ഇസ്ലാമിൻ്റെ നൂറിലേക്ക് അല്ലാഹു തആല അവനെ ഹിദായത്തിലാക്കിയതാണ് ഏറ്റവും വലിയ നിഅമത്ത്. വഇന്ന മിനശ് ശുഗ്ലി യക്ഫീക ത്വാഅത്തു ശുഗ്ലൻ, നിനക്ക് പണിയൊന്നുമില്ല എന്നല്ലേ പറയല്ലേ? പണി തരാ. എന്താണത്? അള്ളാഹുവിൻ്റെ ത്വാഅത്ത് ശുഗ്ലാക്കി വെച്ചോ. ത്വാഅത്തുല്ലാഹി സുബ്ഹാനഹു വ തആല അഅ്ലമുൽ അശ്ഗാൽ, ശുഗ്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നല്ല ശുഗ്ലാണ് അള്ളാഹ്ക്ക് ത്വാഅത്ത് ചെയ്യുക. നിസ്കരിക്കാൻ പറ്റിയ സമയത്ത് നിസ്കരിക്കൽ, ഓതുന്ന സമയത്ത് ഓതൽ, പഠിക്കുന്ന സമയത്ത് പഠിക്കൽ. തന്നെ വഇന്ന മിനൽ ഇബ്റത്തി യക്ഫീകൽ മൗതു ഇബ്റതൻ കാരണം ഫഇന്നൽ മൗത അക്ബറുൽ മവാഇദ് ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും പാഠം ഉൾക്കൊള്ളാവുന്ന ഒരു കാര്യമാണ് ഇത് മൗത്ത് എന്നുണ്ട്. ഇത്രയും സമയം ഇനി അപ്പം എത്ര 4 സഹാബി കഴിഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, അടുത്തൊരു സഹാബി അബ്ദുല്ലാഹിബ്നു മസ്ഊദ്, കമ്മിൻ മുസ്തദ്റജിൻ ബിൻ നിഅമതി അലൈഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിന് തക്കതായ ശുക്ർ ഇവൻ്റെ വക്കൽ നിന്നുണ്ടായിട്ടില്ല. ശുക്ർ ഇല്ലാണ്ടൊക്കെ എന്താക്കുന്നറിയോ? നിയമത്ത് ചിലപ്പോൾ ഏറിയെന്ന് വരും. അതിനാണെന്ന് പറയുന്നത് ഇസ്തിദ്റാജ് എന്ന് പറയുന്നത്. ശുക്ർ ചെയ്തില്ല, ശുക്ർ ചെയ്താത്തപ്പം തന്നെ എന്തുണ്ട്? നിയമത്ത് ഒന്നുകൊടുക്കുന്നുണ്ട്. അത് ഇസ്തിദ്റാജ് കണ്ടിട്ട് എന്താകും? നമ്മൾ നാട്ടുകാർ പറയും ഭക്ഷണം ചാടിയേച്ച് പക്കിയത്തരം വരുന്ന ലിംഗം പറയുന്നത് അങ്ങനെ രണ്ടും ഗൾഫ് നാട്ടിലല്ലേ വേണ്ടി. ഒരു താള് അൽസ വാങ്ങിയിട്ട് കൊണ്ട് പോയി ചാടിയില്ലേ, ഓർക്കുണ്ടല്ല പണം കിട്ടുന്നത്. ലിംഗം പറഞ്ഞൊന്നും ശരിയല്ല. എന്നോട് എത്രയോ കൊണ്ടുണ്ട്. ലിംഗം പറഞ്ഞൊരു വെറ്റ് പോലും വേറാൻ പാടില്ല എന്ന് പറയും. പക്കിയത്തരം വരും. അല്ലാഹു തആല എൻ്റെ വിഹിതത്തിൽ കുറച്ച് കളി. അങ്ങനെ കുറക്കാൻ നിങ്ങൾ അറിവിളിക്കല്ലേ ഉറക്കണ്ടി. എന്താ 60% നിലത്തിലുണ്ടാവില്ലേ? ഇങ്ങനെ ആക്കിയിട്ട് വരാൻ കഴിയും. പണ്ട് അറബി തക്കാത്തിൽ ഞാൻ ഓർമ്മ ഇന്നൊന്നും നിലത്തൊന്നും വരില്ല. ജഗത് ചെയ്തിട്ടുണ്ടാകും. അതാ ഇസ്തിദ്റാജ്. ശുക്ർ ഇല്ലായ്മ കൊണ്ടും നിയമത്തെ കുറക്കുന്നില്ല. അങ്ങനെ എത്രയോ ആളുകൾ പെട്ടുപോയിട്ടുണ്ടെന്ന് പറയും. മുമ്പ് ഞാൻ 15 ദിവസത്തെ വിസക്ക് വന്ന കാലത്ത് ജുമാക്ക് ശേഷം തക്കാരത്തിന് വിളിച്ചിട്ട് പോയി. ഇതൊക്കെ വന്ന് മച്ചപ്പൂസ ഇതെല്ലാം ഇപ്പോഴത്തെ പുതിയ എന്തെല്ലാം ഉണ്ടിപ്പം. പക്ഷെ അതൊന്നും നമുക്കറിയില്ല. ഒരാളെന്താക്കുന്നറിയോ? എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ പേക്കാക്കി. ഞാൻ വിചാരിച്ച് രാത്രിയിലേക്ക് കെട്ടിവെക്കാനായിരിക്കും എല്ലാവർക്കും പാർസലാന്നാണ് അവിടെ പോയി ചാടാൻ. എനിക്കാണെങ്കിൽ ഇങ്ങനെ കലമ്പാൻ കഴിയും. എന്താക്കേണ്ടത്? അടുത്ത കൊല്ലം 3 മാസത്തെ വിസക്ക് പോയ അവസരത്തിൽ ഇയാൾ പണിയില്ലാണ്ട് റൂമിൽ ഇരുന്നിട്ട് കടക്കം വന്ന് കടന്നു ഉരുളയാണ്. ഗവൺമെൻറ് ഓഫീസ് നല്ല പണിയുണ്ടായി മനുഷ്യന്. കടം കയറിയിട്ടും പണിയില്ലാണ്ട് വന്നിട്ട്
കാരണം വെച്ചും പോയി. ഇതാ പറയുന്നത് കമ്മിൻ മുസ്തദ്റജിൻ, അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയമായി ബിൻ നിഅമത്തി അലൈഹി, നിഅമത്ത് ചെയ്തു കൊടുത്തിട്ട് ആ പരീക്ഷണത്തിന് വിധേയമാകുന്നു. ചിലർക്ക് ബലാഗ് കൊടുത്തിട്ടായിരിക്കും അത് സാരിയില്ലെന്നാണ് നിഅമത്ത് അറിയിച്ച്. വകമ്മിൻ മഫ്തൂനും ബിസ്സനായി അലൈഹി, ഒരുപാട് ആളുകൾ ഒരാളെന്താക്കി സ്തുതിച്ച് പറഞ്ഞ് ആ സ്തുതി എന്താക്കി പറഞ്ഞ പോലെ തന്നെയാണ് ഞാനെന്ന് മനസ്സിലാക്കി ഫിത്തിനയിലും വിട്ടു. ഇപ്പോൾ ആളെല്ലാം പറയുന്നുണ്ടല്ലോ ഞാൻ കാര്യമായ ആളാണ്, ഞാൻ പറയുന്നുണ്ട് അതിൽ കുടുങ്ങി. അങ്ങനെ എത്രയോ ആൾ പെട്ടുപോയിട്ടുണ്ട്. ഏത് അജ്ഹലുന്നാസ് ഹിക്കമിൽ പറഞ്ഞില്ലേ, മറ്റുള്ള ആൾ ഊഹിച്ച് പറയുന്നതോ അല്ലെങ്കിൽ കളവ് പറയുന്നതായിരിക്കും ഇവനെ പോരിശ പറയുന്നത്. സ്വാഗതം പറയുമ്പോൾ സെക്രട്ടറിയെ പറയാ, കാരണം അങ്ങനത്തെ ആളെ ഞാൻ കൊണ്ടാന്ന് ജനങ്ങളോട് കളകായി പറയുന്നു. ഈ സെക്രട്ടറി ഇവനും കൂടെ ഒത്തുകൂടുമ്പോൾ വെച്ചാൽ പെരുങ്കളാനെന്ന് പറയും ചെയ്യും. എന്നാ ഇങ്ങനെ തോപ്പിച്ച മനുഷ്യനായി ഇയാൾ. സ്വാഗതം പറയുമ്പോൾ അതല്ലാണ്ട് പറയാൻ പറ്റുമോ? ഞാൻ കള്ളനെ കുട്ടിക്കൊണ്ടാന്ന് ആരും പറയോ? അപ്പം അജഹലുന്നാസാരാന്ന് ഇവരുടെ സ്വന്തം വൈബിന് ഇവൻ മറന്നു. ഇവനിക്ക് ഉറപ്പുള്ള സംഗതിയാണ് ഇത്, സ്വന്തം വൈബുകൾ അത് മറന്നു. ഇതാ അപ്പം മൂന്നാമത്തത് വക്കമ്മിൻ മഗ്റൂറിൻ ബിസ്സത്രി അലൈഹി, പല ദോഷങ്ങളും ചെയ്തിട്ട് അള്ളാഹു തആല എന്താകും ശിക്ഷ കൊടുക്കാതെ മൂടി വെക്കുകയാണ്. അപ്പം എല്ലാ ദോഷങ്ങളും മൂടപ്പെടും, ഒരു കാലത്ത് പിടിക്കപ്പെടൂല എന്ന് വിചാരിച്ചിട്ടുണ്ടായി ഉറൂറിൽപ്പെട്ടു. അപ്പോൾ ഉള്ളെല്ലാം കൂമ്പാരം കൂട്ടി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു മൊഹാലഫാക്ക് ഫൈൻ അടിക്കാഞ്ഞാൽ ഇനി അടുത്തതിന് ഫൈൻ അടിക്കൂല എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കി തരും. അല്ലാതെ അത് നോക്കുമ്പോൾ വണ്ടി വിറ്റാലും കൂടെ ഫൈൻ അടക്കാൻ കഴിയണ്ടാവും. ആദ്യത്തോണ്ട് പിടികൂടിയിട്ടില്ല. അതാണ് കമ്മിൻ മുസ്തദ്റജിൻ ബിൻ നിഅമത്തി അലൈഹി, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഅമത്ത് ചെയ്ത് കൊടുത്തുകൊണ്ടിട്ട് എന്താക്കി ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നു. അതാ വക്കമ്മിൻ മഫ്തൂനിൻ മുതമക്കിനിൻ ബിൽ ബലാഗ്, ബലായിൽ പെട്ടുപോയ ആളുണ്ട്. ബി സനാഇ ബി കസ്റതി സനാഇൻ നാസി അലൈഹി, ജനങ്ങൾ ഒരുപാട് സ്തുതിച്ച് പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ് ശരി, ഇവനെപ്പറ്റി മനസ്സിലാക്കി. പിന്നെ വകമ്മിൻ മഗ്റൂറിൻ മുത്മഇന്നിൻ ഖൽബുഹു ഫിദ്ദുനിയ വഗാഫിലിൻ അനിൽ ആഖിറ, ആഖിറത്തിനെ പറ്റി മറന്ന് അവൻ്റെ സമാധാനിച്ചിരിക്കുകയാണ്. ബിസ്സത്രി അലൈഹി എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനക്ക് പരസ്യമായി ശിക്ഷ കൊടുക്കാതെ മറച്ചു വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സാരമില്ല എന്ന് വെച്ചിട്ടുണ്ടായി ദോഷങ്ങൾ വർദ്ധിച്ച് ഉറൂറിൽ പെട്ടുപോയി എന്നാവും. കമ്മിൻ എന്ന് പറഞ്ഞാൽ എത്രയോ ഉണ്ട് എന്നർത്ഥത്തിന്. എത്ര എന്നൊരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം എന്തെല്ലാം ഇസ്തിഫാമല്ല, തക്സീർ. എത്ര പാടുണ്ട്. وعن داود النبي على نبينا وعليه الصلاة والسلام قال أوحي في الزبور, സബൂറിൽ വഹി അറിയിക്കപ്പെട്ടിട്ടുണ്ട്. ഹക്കുൻ അലൽ ആഖിലി അല്ലാ യസ്തഗില ഇല്ലാ ബിസലാസ്, ഒരു ബുദ്ധിമാനായ മനുഷ്യന് 3 കാര്യത്തിലേ അവൻ ശുഗലാക്കാൻ പാടുള്ളൂ എന്നാണ്. അത് വിട്ട് കളിക്കാൻ പറ്റില്ല. ഒന്ന് തസബ്ബുദുൽ ലിമആദിൻ, ഇവിടെ നിന്ന് പരലോകത്തിലേക്ക് പോകണം. ആ പോകുന്ന വേണ്ടിയൊക്കെ എന്തെല്ലാം കോപ്പുകൾ കൂട്ടണം, ഒരുക്കം വേണം, അതെല്ലാം ഒരുക്കി തസബ്ബുദ്. ഇപ്പം നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇറച്ചി മുതൽ പപ്പടത്തിന് വരെ എല്ലാം നാട്ടിൽ നിന്ന് കെട്ടിച്ച് വന്നില്ല. ഇവിടെ കൂടുമ്പോൾ അതിപ്പോൾ ഞാൻ കൊണ്ടാകുന്നത് ഒരാഴ്ചക്കേക്ക് എത്തുക, ഒരു കൊല്ലത്തേക്ക് ജീവിക്കാനൊക്കെ അറിയാം. കെട്ടി ചുരുക്കത്തിൽ പ്ലെയിൻകാർ തൂക്കം പറയൂല്ലെങ്കിൽ ഞാൻ വട്ട കടത്തു വരുന്നു. 30 kg ഹെസർ വെച്ചിട്ടില്ലെങ്കിൽ ഞാൻ വട്ടാകം കടത്തി കളയും ഇവിടെ ജീവിക്കാൻ. അഞ്ചിന് പോകുന്ന ആളുണ്ടല്ലോ, കുഞ്ഞല്ലരി മുതൽ എന്തെല്ലാം നാടൊന്നും കിട്ടായിട്ടാ. യുജുബായിലേക്ക് സമറാത്ത കൊല്ലി എന്നാ പറഞ്ഞു. എന്ത് വസ്തു മക്കത്ത് കിട്ടാത്ത സാധനം ഉണ്ടാവുമോ കൂടാതെ അവിടുന്ന്? യുജുബായിലേക്ക് സമറാത്ത കൊല്ലിശൈ റിസ്കം ഇല്ലെന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഉൽപ്പാദനമില്ലെന്ന്, ഒരു വിത്ത് മുളക്കലുണ്ട് അവിടെ. പക്ഷെ അവിടെ കിട്ടാത്ത സാധനം എന്ന് പറഞ്ഞിട്ടെ മക്കയിൽ കിട്ടാത്ത സാധനം ഇല്ല. അതേ നമ്മുടെ നാട് പറഞ്ഞാൽ അജ്മീർ കിട്ടാത്ത സാധനം ഉണ്ടാവില്ല. ഏത് നാട്ടുകാരെ ഭക്ഷണം വേണോ എല്ലാം സുഭിക്ഷം 24 മണിക്കൂറുണ്ടണി. ഹോട്ടലിൽ പൂട്ടിപ്പോയല്ലോ ഇന്ന പട്ടിണിയാന്ന് പറയുന്നത് ഏതെങ്കിലും സ്ഥലം ഉണ്ട് അജ്മീർ കണ്ടിട്ട്? അത് ഹാജാൻ്റെ ഒരു കറാമത്താണ്. അപ്പം തസബ്ബുദുൽ ലിമആദിൻ, പരലോകത്തിലേക്ക് വേണ്ടുന്ന ഒരു സാധുരിക്കല് അവിടെ എന്തൊക്കെയാണ് കൊണ്ടപ്പോണ്ടെന്ന് ആദ്യം നോക്കുക. മുതിരിയും പരിപ്പും തിരണ്ടിയും ഉണക്കവും പപ്പടവും അച്ചാറും എന്തെല്ലാം അങ്ങ് ഭാര്യ കിട്ടുന്ന ഗൾഫിലേക്ക് വരുമ്പോൾ. എന്നിട്ടോ
മുഅനത്തുല്ലി മആഷിൻ ജീവിക്കാൻ വേണ്ടി ചിലവിൻ്റെ പൈസ എന്തെങ്കിലും വേണം, ഒരു അധ്വാനം. ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഒരു സബബാക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പം, അത് വേണം. മറ്റൊന്നോ തലബുൽ അദ്ദത്തിൻ ബിഹലാൽ, ഹലാലായ രുചികരമായ സാധനം തേടുക. രുചി എന്ന് പറഞ്ഞിട്ട് എല്ലാ ചത്തകോയിലും തിന്നാൻ പറ്റില്ല. ഹലാലായ രുചി ആസ്വദിച്ചോ. ഈ 3 എണ്ണം കൊണ്ടേ സുഖലാകാൻ പാടുള്ള ഒരു ബുദ്ധിജീവി. ഓക്കെ, എന്താ കിതാബു നുൻസില അലൈഹി, ഏതാ സബൂർ, ദാവൂദ് അലൈഹി ഇസ്ലാമിൻ്റെ കിതാബല്ലേ. ഹഖുൻ അലൽ ആഖിലി ഐ വാജിബുൻ അല്ലാ യസ്തഗില ഇല്ലാ ബിസലാസിൻ മിനൽ ഖിസാൽ. ഒന്ന് തസബ്ബുതുൽ ലിമആദിൻ, മഹദറിയല ആഖിറത്തിലേക്ക്. അവിടെ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനം എന്താണെന്ന് ഇവിടുന്ന് ഇങ്ങനെ പരിധി പിടിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ലത്, സുബ്ഹാനല്ലാഹി നല്ലത്, അല്ല ഖുദൂല്ലാഹ് നല്ലത്, ഖുർആൻ വത്താ നല്ലത്, ഇങ്ങനെ പരിധി പിടിച്ചിട്ട് കുറേ ശേഖരിക്കുക. മറ്റൊന്നോ മുഅനത്തുൽ ലിമആശന ഖിയാമു ബിഅംരി കിഫായത്തിഹി വസൗനിഹി, അതുപോലെ അവൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെയും അവൻ ചെലവ് കൊടുക്കലും ബാധ്യതയായ ആളുകളെയും അഭിമാനവും അവൻ കാത്തു സൂക്ഷിക്കാനും അത് ഏർപ്പാളിയാകാൻ പാടില്ലല്ലോ. അതുപോലെ അവർക്ക് വേണ്ടുന്നതെല്ലാം ആരോഗ്യത്തിന് വേണ്ടുന്നതെല്ലാം ഷിന്മക്ക്. ഒഫീ ബാർദി മറമ്മത്തില്ലി മഹാശൻ എന്നുള്ള മൂലത്തിന് പകരം രണ്ടും അർത്ഥം തന്നെയാണ്. അവൻ്റെ കുടുംബം പട്ടിണിയാക്കാൻ പാടില്ലല്ലോ, അതിന് വേണ്ടിയുള്ള അധ്വാനം. തലബുൽ അദ്ദത്തിൻ ബിഹലാൽ ഫഇന്ന കസ്ബൽ ഹലാലി വാജിബുൻ, ഹലാൽ സമ്പാദിക്കൽ വാജിബാണല്ലോ. ഇനി പോവോ, ഒട്ടും കൂടെ പോവാ അല്ലേ. وعن أبي هريرة رضي الله عنه أنه قال قال النبي صلى الله عليه وسلم ثلاث منجيات وثلاث مهلكات. 3 കാര്യങ്ങളുണ്ട് മനുഷ്യന് രക്ഷക്കെത്തുന്ന സാധനമാണ്. 3 കാര്യമോ മുഹലിക്കാത്തുമാണ്. വസലാസുൻ ദറജാത്തുൻ, 3 എണ്ണമോ ദർജ ഉയരലാണ്. വസലാസുൻ കഫാറാത്തുൻ, മറ്റൊരു 3 എണ്ണം എന്തായിരിക്കും? കഫാറാത്താണ്, ചെറുത് ദോഷങ്ങൾക്ക് പരിഹാരമാണ്. അപ്പം എത്രയായി? സലാത്തും മുഞ്ചിയാത്ത്, സലാത്തും മുഹലിക്കാത്ത് 6ആയി. സലാത്തും ദറജാത്തും 6 3 9ആയി. സലാത്തും കഫാറാത്തുൻ 12 എണ്ണായി. അമ്മൽ മുഞ്ചിയാത്തു ഫഖശിയത്തുല്ലാഹി തആല ഫിസ്സിദ്ദി വൽ അലാനിയ, രഹസ്യത്തിലാവട്ടെ പരസ്യത്തിലാവട്ടെ അള്ളാഹുവിനെ പറ്റിയുള്ള ഖശിയത്താണ് മുഞ്ചിയാത്ത് 1. വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ, ക്ഷാമമുണ്ടായാലും അതുപോലെ ക്ഷേമമുണ്ടായാലും മിതമായ ചെലവ്. ക്ഷാമം വരുന്ന അവസരത്തിൽ ഇവനെന്താകും? ബഖീലാവുകയും ക്ഷേമം വരുമ്പോൾ വാരിച്ചാടുന്ന ആൾ വായാൻ പറ്റില്ലല്ലോ. എല്ലാത്തിനും ഒരു മിതത്വം, കസദ്, മിതവ്യയം, ഫഖറിലായാലും ഗിനയിലായാലും. പിന്നെ വൽ അദ്ലു ഫി റിദാ വൽ ഗളബി, ദേഷ്യം പിടിച്ചാലും കുറ്റകരമായ കാര്യത്തിലും അതിൽ, അഥവാ ദേഷ്യം പിടിക്കുമ്പോൾ കണ്ടമാനം മറ്റോണെ എതിരി സ്നേഹിച്ചു പോയെങ്കിൽ എന്താണ് അവൻ്റെ എല്ലാം ന്യായീകരിച്ചിട്ട് എന്താക്കും? എല്ലാം നല്ല ആളാക്കും. അപ്പം അവിടെ 2 സ്ഥലത്തും പോണത് നീതി. മനസ്സിലാകുന്നില്ല? അപ്പം സലാസുൻ മുഹലിക്ക മുഞ്ചിയാത്തുന മുഖല്ലിസാത്തുൽ ലിസാഹിബിഹാ മിനൽ അദാബ്, അദാബിനെ തൊട്ട് രക്ഷപ്പെടുത്തുന്ന കാര്യം 3 എണ്ണം. സലാസു മുഹലിക്കാത്ത്, സലാസു ദറജാത്ത്, സലാസു കഫാറാത്ത്. അമ്മൽ മുഞ്ചിയാത്ത് ഖശിയത്തുല്ലാഹി തആല ഫിസ്സിദ്ദി വൽ അലാനിയ എന്ന് പറഞ്ഞില്ലേ. ഇവിടെ ഖശിയത്തുല്ലാഹി തആല ഫിൽ അലാനിയത്തി വസ്സിദ്ദി എന്ന് പറയാമായിരുന്നില്ലേ? സിർറന്തിനെ മുന്തിച്ച് അലാനിയത്തിൽ സ്വതമേ എന്താകും? ആളെ കൂട്ടത്തിൽ നല്ല ആളായിരിക്കും. അവിടെ ഖശിയത്ത് പോകണമെന്നില്ല, ആളെ കൊണ്ട് പറയിക്കണ്ടെന്ന് വെച്ചിട്ട് നല്ല ആളാകാമല്ലോ, 5 മിനിറ്റ്. പക്ഷെ സിറിലാണല്ലോ കാര്യം കിടക്കുന്നത്. അതുകൊണ്ട് സിറാണ് ആദ്യം മുന്തിച്ചത്. ഖദ്ദമ സിർറൽ ലിഅന്ന തഖ്വല്ലാഹി തആല ഫീഹി അഅലാ ദർജ, സിർദിൽ അല്ലാഹുവിന്റെ തഖ്വ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ ദർജയാണ്. വൽ ഖസ്ദു എന്ന് പറഞ്ഞാൽ എന്താ? തവസ്സുതു ഫിൽ മഈശത്തി, മഈശത്തിൽ മിതം പാലിക്കുക. ബിഅൻ ലം യുജാവിസ് ഫിഹൽ ഹദ്ദ, ഒരു പരിധി വിട്ടു കിടക്കാതെ. റളിയ ബിദാലിക, അതുകൊണ്ട് എന്താണ് പൊരുത്തപ്പെടണം. കുറേ തോന ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരു ഭാരിച്ചാടിയിട്ട് ദൂർത്താക്കാൻ പറ്റൂല. അത് ആവശ്യക്കാർക്ക് കൊടുക്കാനോ വേണമെങ്കിൽ, അല്ലെങ്കിൽ മറ്റു അവസരത്തിലേക്ക് നിർത്തി വെക്കാമല്ലോ. പിന്നെ വൽ അദിലു ഫിൽ റിദാ വൽ ഗളബി അൻ യഗ്ളബ ലില്ലാഹി തആല വയർദാ ലില്ലാഹ്, അല്ലാഹു തആലാക്ക് വേണ്ടിയിട്ട് പൊരുത്തപ്പെടുക, അല്ലാഹു തആലാക്ക് വേണ്ടി ദേഷ്യം വരിക. ഇതാണ് ഇത് അദിലു ഫിൽ റിദാ വൽ ഗളബ്. ചിലതുണ്ട് രാഷ്ട്രീയക്കാർക്ക് അടുത്ത് നിന്നാലും ഒരു നല്ല ആളായിരിക്കും, അവിടെ നിന്ന്
രാഷ്ട്രീയം വിട്ടിട്ട് തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ ഓനെ കണക്കത്തെ മുടക്കാൾ ആരും ഉണ്ടാവില്ല. തലേന്ന് പറഞ്ഞിരുന്നാൾ സനദിൻ്റെ കുറ്റിയല്ലേ, ഹദീസിൻ്റെ കുറ്റി സനത് കിട്ടണ ഓരോരുത്തർ ഗുണമെന്നെല്ലാം പറഞ്ഞു. ശമ്പള വർധന വേണ്ടി ഉണ്ടാക്കി മൂപ്പറ കോളേജ് രാജിവെച്ച അപ്പുറത്തേക്ക് അയാൾ കുറച്ച് നേരത്തെ പോകണമായിരുന്നു, കുറച്ച് വൈകിപ്പോയി. ഇപ്പം നല്ല കോളേജ് ശുദ്ധമായി. ഇന്നലെ പറഞ്ഞ വാക്കിനല്ലേ ഇന്ന് പറഞ്ഞത്. അതായത് അവസ്ഥ. ഇനി വമ്മൽ മുഹരിക്കാത്തു, മുഹരിക്കാത്ത ഏതാ? ഫസുഹുൽ ഷദീദ്, കഠിനമായ പിശുക്ക് ഒരളവോളം മനുഷ്യനിക്കുണ്ടാവും, സ്വന്തം കാര്യം. ഇത് ഷദീദായിപ്പോയി. അത് ബുഖുലുൻ ഷദീദും ഫലാ യുഅദ്ദി മാ അലൈഹി മിൻ ഹഖില്ലാഹി തആല വ ഹഖിൽ ഖൽഖ്. അള്ളാഹുവിൻ്റെ ഹക്ക് കൊടുക്കാനുണ്ടാകും, പടപ്പോൾ കൊടുക്കേണ്ട ഹക്കും ഉണ്ടാകും. ഉണ്ടായാലും കൊടുക്കൂല. ഇങ്ങനെ ഉരുട്ടലി ഉണ്ടായാൽ വേഗം കൊടുത്തു തീർക്കാനല്ലേ, അതില്ല. എന്നുണ്ട്. എന്തുകൊണ്ട്? ഐ ബുഖുലും യുതീഉഹു ബിൽ ഇൻസാൻ, മനുഷ്യന് പടക്കുമ്പോൾ തന്നെ എന്തുണ്ട്? ബുഖുലത്തിൽ അൻഫുസു ശുഹാന്നുണ്ട്. പടക്കുമ്പോൾ തന്നെ മനുഷ്യന് ബുഖലും പഠിച്ചിട്ടാണ് ഒരു സ്വന്തം കാര്യം നടത്താൻ. പക്ഷെ അത് വെളിപ്പെട്ട് പോയാൽ എന്തായി? മോശമായി. അമ്മാ ലൗ കാനൽ ബുഖലു മൗജൂദൻ ഫിൻ നഫ്സി ഗൈറ മുതാഇൻ, ഒരുതരം ബുഖൽ അവനിലുണ്ട്, പക്ഷെ എന്തുണ്ട്? തിരികെ കൊടുക്കാണ്ടിരിക്കുന്നില്ല, അനുസരിച്ചിട്ടില്ല. ഫലാ യകൂനു മുഹ്ലിക്കൻ, അത് മുഹ്ലിക്കാവൂല. ലിഅന്നഹു മിന സിഫാത്തിൽ ലാസിമത്തിൽ നഫ്സ്, അത് നഫ്സിന് എപ്പോഴും ലാസിം ആ സിഫാത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് എന്നോട് മുജാഹദ ചെയ്തിട്ട് തകണ കൊടുക്കണം എന്ന് പറഞ്ഞു. ഹവം മുത്തബഅൻ, മനുഷ്യനിക്ക് തടിഹവ എന്ന് പറഞ്ഞില്ലേ, എന്ത് കാര്യത്തിലും തടിഹവ പറഞ്ഞ പോലെ അനുസരിക്കുന്നുണ്ട്. ഇതാണ് മുഹ്ലിക്ക്. 3 വഇഅജാബുൽ മർഇ ബിനഫ്സിഹി, മനുഷ്യൻ അവൻ്റെ വക്കിലുള്ള കാര്യങ്ങളെ കൊണ്ട്, പണമോ അവൻ്റെ ആരോഗ്യമോ അവൻ്റെ യുക്തി തുടങ്ങിയ ബുദ്ധിസാമർത്ഥ്യം കൊണ്ട് രുജുബ് കാട്ടൽ. എനിക്ക് താൻ മതിയെന്നുണ്ട്, മറ്റുള്ള അഭിപ്രായം സ്വീകരിക്കൂല. ഇലൈഹ ബൈനിൽ കമാൽ, ഞാനെല്ലാം കാമിലാണ് എന്ന് വിചാരിച്ചിട്ട് ഓനത്തണ്ട നോക്കുമ്പോൾ നസിയാൻ നിഅമത്തില്ലാഹി തആല വമൽ അംനി മിൻ സവാലിഹ, അല്ലാഹു തആലാന്റെ ഈ നിഅമത്ത് നീങ്ങിപ്പോകുന്നതാണ് എന്ന് ബോധമില്ലാതെ കണ്ട് അവനെ പോയിട്ട് അവനവനെ പോയിട്ട്. ഇനി വമ്മ ദറജാത്തേതാ ഫഇഫ്സാ ഉസ്സലാം, സലാമിനെ പരസ്യപ്പെടുത്തലാകുന്നു. അതായത് ഇല്ലാണ്ട് പോയത്. ഇൻഹാറുസ്സലാം ബൈനന്നാസ്, ജനങ്ങളുടെ ഇടയിൽ സലാം പരസ്യപ്പെടുത്തുക. ബിഅൻ തുസല്ലിമ അലാ മൻ അറഫ്തഹു വമൻ ലം തഅരിഫ്, പരിചയമുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, സലാം അങ്ങോട്ട് പറയുന്നേ. വൈതാമുത്തആമി എന്ന് പറഞ്ഞല്ലോ, ബിൽ ലൈഫി വൽ ജാഹി, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലും പെട്ടു, ലൈഫിൻ്റെ ഭക്ഷണം കൊടുക്കലും പെട്ടു. വസ്സലാത്തു ബില്ലൈലി വന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങട്ടെ നീ എണീച്ച് നിൽക്കിരിക്കുന്ന. തഹജ്ജുദ് ഫീ ജൗഫിൽ ലൈലി ഹാല ഗഫലത്തിൻ നാസി ഫീ ലദ്ദത്തിൻ നൗം, നല്ല സുഖമായ ഉറക്കത്തിൽ ജനങ്ങൾ ഗഫലത്തിൽ കഴിയുന്നു. ആ അവസരത്തിൽ നീ എണീറ്റിട്ട് അല്പമെങ്കിലും നിസ്കരിക്കൽ എന്നതാണ് എന്ത്? ദറജാത്ത്. അമ്മൽ കഫാറാത്തു, ദോഷങ്ങളെ കഴുകിക്കളയുന്ന 3 അല്ലത്തി ആദത്തുഹാൻ തംഹൽ ഖതിഅ, ദോഷങ്ങളെ മായ്ക്കൽ പതിവാണ്. അത് ഫഇസ്ബാഗുൽ വുളൂഇ ഫി സബറാത്ത്, തണുപ്പുള്ള സമയത്ത് പൂർണ്ണമായി ഒന്നുണ്ടാക്കുക. ഇസ്ബാഗിനെ വെള്ളം അധികം ചിലവാക്കാന്നല്ല അർത്ഥം. ഒരു മാറ്റം ഇസ്ബാഗ് എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനെ മനസ്സിലാക്കിയില്ല. ഹൗദിലെ വെള്ളം തേച്ച് കാര്യമാക്കൽ. കഴുകാൻ കൽപ്പിക്കപ്പെട്ട എത്ര അംഗമുണ്ട്? കഴുകലും തടകലും കൂടി ആകെ ഒന്നുകൂടെ എത്ര അംഗമുള്ളത്? 1 മുഖം. ആ മുഖം കഴുകലാണെങ്കിൽ മുഖത്തിൻ്റെ പരിധി മുഴുവനും കഴുകലെന്ന് ഞാൻ ആക്കിയ ഇപ്പറല്ല ആരാകേണ്ടി ആയിരിക്കാൻ പണി. കൈയാണെങ്കിൽ കൈ എന്ന് പറയുന്നത് മുസമ്മ ഇവിടെയും പറ്റും. അപ്പോൾ ഇവിടെ മാത്രം പെരക്കീറ്റ് കഴിച്ച് ഒന്നും ഉണ്ടായി എന്ന് പറഞ്ഞാൽ പറ്റും. ചില പൈസൻ്റെ ആണെന്നുണ്ട് ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി. ഇതിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ നനയുന്നത്? അല്ലെങ്കിൽ പിന്നെ നീണ്ട പൈസയും വെക്കണം. ഒരു 8 ഇഞ്ച് 9 ഇഞ്ച് പൈപ്പിൻ്റെ കൈ കാട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഈ ഇവിടത്തേക്ക് എങ്ങനെ വെള്ളത്തുനിന്ന്. അതാ ഇസ്ബാഗ്. ഇത്മാമുൽ വുളൂഇ ഫീ വഖതി ശിദ്ദത്തിൽ ബർദി, തണുപ്പ് കഠിനമാകുന്ന സമയത്ത് പോലും ഒന്ന് പൂർത്തിയാക്കി എടുക്കുക. ഇപ്പം പറയുന്നത് തന്നെയല്ലേ. അപ്പം പറയും തൊട്ട് അടയാൻ പോലെ അവലോ ബാലശാരത്തിൻ, ഒരു രോമത്തിൻ്റെ പകുതിൻ്റെ അടയാലും മതി എന്നുണ്ടല്ല. അതായിരിക്കും പിന്നെ കണക്കത്തെ മടിയന്മാർക്ക്. 2 വനഖുലുൽ അഖദാമി ഇലൽ ജമാഅത്തിലേക്ക് കാലുകൊണ്ട് നടന്നെത്തുക. കാലുകൊണ്ട് നടക്കുന്ന കാലിന് ഓരോ നിമിഷം കൂലിയുണ്ടല്ലോ.
മൂന്നാമത്തത് വന്തിലാറുസ്സലാത്തി ബഅദസ്സലാ, ഓരോ നമസ്കാരം തീർന്നതിന് ശേഷം എന്താക്കുക, അടുത്ത നമസ്കാരത്തിന് സമയപ്പെടുന്ന് പ്രതീക്ഷിച്ചിരിക്കുക. അതിനടക്കായിട്ട് മഴ പരിപാടിയൊക്കെ സെറ്റാക്കുക. അപ്പോൾ ഇപ്പം മഗ്‌രിബ് കൊടുത്തു, ഇനിഷ എത്രക്കാണ് തവണയ്ക്ക്, അതിൻ്റെ ഇടയ്ക്ക് എന്താക്കുക, ചെയ്യാനുള്ള പണിയിലെടുത്തിട്ട് തർത്തീബാക്കുക. അത് പാടായിട്ട് വേറെ പണിക്ക് കഴിഞ്ഞാൽ നമസ്കാരത്തിൻ്റെ അമലത്ത് പോയില്ലേ? പള്ളിയിൽ തന്നെ ഇരിക്കണം എന്നില്ല. ഇല്ലല്ല, ഇന്ത്യലാറ് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ കാക്കലാണ്. പള്ളിയിൽ ഇരിക്കണമെന്ന് ആരും പറയുന്നത്? എടുക്കുന്ന പണിയിൻ്റെ എടുക്കാമല്ല, പോകുന്ന പോക്കും പോവുക. അപ്പോൾ പോകുമ്പോൾ ഏത് വയ്ക്കാൻ നമുക്ക് അടുത്ത നല്ലൊരു പള്ളി കിട്ടുകയെന്ന് കണക്കൂട്ടാം. ഇപ്പം അടക്കം അല്ലേ? ഇപ്പം നന്ദി